യോഗ എന്ന ഒരു മഹത്തായ ഒരു കാര്യം പഠിക്കുവാനായി ഈ കോഴ്സിൽ ചേർന്നിരിക്കുന്നവരാണ് നമ്മളെല്ലാം. യോഗ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു ആമുഖം വേണമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് യോഗശാസ്ത്രത്തെക്കുറിച്ച് പൊതുവെയുള്ള സമൂഹം അവെയറാണ്. ഇപ്പൊ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കാറുള്ളത്. എല്ലാ വർഷവും നമ്മൾ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കാറുണ്ട്. ഭാരതത്തിൽ ഉത്ഭവിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്ര, സ്ത്രീ, പുരുഷ ഭേദമന്യേ സകല മനുഷ്യരും പൂർണ്ണമായ ആരോഗ്യത്തിനു വേണ്ടി അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി അനുവർത്തിച്ചു വരുന്ന ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. യോഗശാസ്ത്രം എന്നാണ് ഋഷികൾ അതിനെ വിളിക്കുന്നത്. എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നത് അത് ശാസ്ത്രീയമായി, അതായത് നമുക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപകാരപ്പെടണം. ഇപ്പൊ നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണെന്ന് നമ്മൾ പറയും. നമ്മൾ പലപ്പോഴും പറയാനുള്ള ഉദാഹരണമുണ്ട്. നമ്മൾ അലോപ്പതിയിൽ ഡോളോ പോലെയുള്ള ഒരു ഗുളിക, അത് നമ്മൾ തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ ശരീരവേദന വരുമ്പോൾ ചിലർ ഡോളോ എന്ന മരുന്നെടുത്ത് കഴിക്കും. അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അടുത്ത കാര്യം. പക്ഷേ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് കാരണമാകുന്ന ആ ഒരു വേദനയെ താൽക്കാലികമായെങ്കിലും അത് പിടിച്ചു നിർത്തും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അലോപ്പതിയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും ഹോമിയോപ്പതിയിലാണെങ്കിലും സിദ്ധവൈദ്യത്തിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന പല മരുന്നുകളും അത് സയന്റിഫിക്കലി ഇന്നത്തെ അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി മനുഷ്യന് പ്രയോജനപ്രദമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലൂടെ കണ്ടെത്തിയത് കൊണ്ട് അതിനെ ശാസ്ത്രീയം എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യോഗയും ഒരു ശാസ്ത്രമാണ് എന്ന് പറയും. യോഗ ജീവിതത്തിന്റെ കലയാണ്. യോഗ ഒരു ജീവന കലയാണ് എന്നാണ് യോഗിമാര് പറയുക. യോഗയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ആ വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും അതിനെ പൂർണ്ണമായും അതിനെ സമഗ്രമായും പഠിക്കുക എന്നാണ് ഋഷികൾ പറയുക. അപ്പൊ യോഗയെ പറ്റി പഠിക്കുമ്പോൾ എന്താണ് യോഗ, എന്തിനാണ് നമ്മൾ യോഗ പരിശീലിക്കേണ്ടത്, എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്, ഈ 3 കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കണം. എന്താണ് യോഗ, എന്തിനാണ് യോഗ, എങ്ങനെയാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത്. അതാണ് സയന്റിഫിക്കായ പഠനം അല്ലെങ്കിൽ സമഗ്രമായ പഠനം എന്ന് ഋഷികൾ പൊതുവെ പറയും. അപ്പൊ യോഗ എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ എന്ന ആ ഒരു വാക്കിന്റെ ഉൽപ്പത്തി. സംസ്കൃതത്തിലെ യുജ് എന്ന ധാതു, അതിന്റെ അർത്ഥം തന്നെ ഒന്നു ചേരുക അല്ലെങ്കിൽ ലയിക്കുക എന്നൊരു അർത്ഥമാണ്. അത് ഏറ്റവും ഉന്നതമായ അർത്ഥം, അതായത് പാരമാർത്ഥികമായ അർത്ഥത്തിൽ യോഗയെ പറ്റി പറയുന്നത് നമ്മളും പ്രപഞ്ച ചൈതന്യവും ഈശ്വരനുമായിട്ടുള്ള ഒന്നുചേരലാണ് യോഗം എന്ന് യോഗയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അർത്ഥത്തിൽ പറയാറുണ്ട്. സംയോഗോ യോഗയുക്തിക്തോ ജീവാത്മാ പരമാത്മനോ എന്നുള്ളതാണ് അതിന്റെ പ്രമാണം. അതായത് ജീവാത്മാക്കളായ മനുഷ്യർ പരമാത്മാവായിരിക്കുന്ന ഈശ്വരനുമായിട്ട് ലയിച്ചു ചേരുന്ന ശാസ്ത്രമായിട്ടാണ് യോഗയെ പറ്റി പറയുക. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, യോഗികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മുനികൾ, ഋഷികൾ, യോഗികൾ, അവതാരങ്ങൾ, അവധൂതന്മാർ, ദാർശനികർ, അങ്ങനെ വിവിധ തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിലുണ്ട്. ഇവരൊക്കെ അവരുടെ ആ ഒരു എൻലൈറ്റ്മെന്റിന് അല്ലെങ്കിൽ ആ സൂക്ഷ്മാവബോധത്തിന് അവർ ഉപയോഗിച്ച മാർഗം പ്രധാനമായും യോഗയുടെ മാർഗങ്ങളാണ്. അപ്പോ എന്താണ് യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആ വാക്കിന്റെ അർത്ഥം. യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഈ യോഗ എന്ന വാക്കുണ്ടായത്. അതിന്റെ അർത്ഥം ഒന്നു ചേരുക, കൂടിച്ചേരുക, ലയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവാത്മാക്കളായ മനുഷ്യർ പരമാത്മാവായ ഈശ്വരനിൽ ഒന്നുചേരുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ മനുഷ്യബോധം ഈശ്വരീയ ബോധമായി പരിണമിക്കുന്ന ഒന്നായിട്ടാണ് യോഗശാസ്ത്രത്തെ പറ്റി പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, നമ്മൾ ഇന്ന് തുടക്കമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വിഷയം പഠിക്കും മുമ്പ് എന്താണ് അതെന്ന് നമ്മൾ പ്രാഥമികമായി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ തിയറികളൊക്കെ വളരെ കുറവാണ്. കൂടുതൽ സമയം നമ്മൾ പ്രാക്ടീസിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതാണ് യോഗ എന്ന് പറയുന്ന ശാസ്ത്രം. അനേകം നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകി ഏകമായ സമുദ്രത്തിൽ വന്നു ചേരുന്നു എന്നുള്ളത് പോലെ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ഇംഗ്ലണ്ടുകാരനും എല്ലാവരും യോഗ എന്ന നദികളിലൂടെ പല രാജ്യങ്ങളിലൂടെ അല്ലെങ്കിൽ അവർ പല അനുഷ്ഠാന ക്രിയകളിലൂടെ യോഗശാസ്ത്രത്തിന്റെ എത്തി അവസാനം ഈശ്വരനാകുന്ന സമുദ്രത്തിൽ ലയിച്ചു ചേരും.
എന്നാണ് ഋഷികൾ അതിനെപ്പറ്റി പറയുക. ഇത് യോഗയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള അർത്ഥമാണ്. നമ്മൾ എന്തിനായിരിക്കും യോഗ പഠിക്കാൻ വന്നിരിക്കുന്നത്? ഇതാണ് എന്താണ് യോഗ എന്നതിനെ പറ്റിയുള്ള ഏറ്റവും ലളിതമായൊരു വ്യാഖ്യാനം. രണ്ട്, എന്തിനു വേണ്ടിയാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മളുടെ ഈ സമയവും ഈ രാവിലെ വെളുപ്പിന് ഈ 5 മണിക്ക് ശേഷം എഴുന്നേറ്റിരുന്ന് നമ്മളിത് കേൾക്കുന്നു, അല്ലെ? നമ്മൾ പൈസ അടച്ചുകൊണ്ട് നമ്മളിത് പഠിക്കാനായിട്ട് വരുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മൾ യോഗ പഠിക്കുന്നത്? യോഗ പഠിക്കാൻ വരുന്ന ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടാകും, അവർക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഒന്ന്, ശാരീരികമായ ആരോഗ്യമായിരിക്കും. ശാരീരികമായ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, ഈ 4 ഘടകങ്ങളുടെ സംയോജിത രൂപമാണ് എന്നാണ് യോഗ പറയുന്നത്. ഞാൻ എന്ന വ്യക്തിക്ക് ശരീരമുണ്ട്, അതുപോലെ എനിക്ക് മനസ്സുണ്ട്, ചിന്തിക്കുന്നതിന്റെ ബുദ്ധിയുണ്ട്, അതേപോലെ എൻ്റെ ഉള്ളിൽ കോടാനുകോടി സൂര്യപ്രഭയോടെ ഈശ്വരീയ ചൈതന്യം ഉണ്ടെന്നാണ് ഭാരതീയമായ മനുഷ്യനെ കുറിച്ചിട്ടുള്ള വീക്ഷണം. ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, ഈ 4 ഘടകങ്ങളുടെ സംയോജിത രൂപമാണ് വ്യക്തി. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും എവിടെയാണ്? ശാരീരികമായ രോഗങ്ങൾ, മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധി ശരിയായ സമയത്ത് ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ട്, ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ, നമ്മുടെ ഉള്ളിലെ ഈശ്വരീയ ചൈതന്യവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ എന്നാണ് യോഗയുടെ കാഴ്ചപ്പാട്, പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്. ശാരീരിക രോഗങ്ങൾ 2 തരത്തിൽ നമുക്കതിനെ തിരിക്കാം. ഒന്ന്, പാരമ്പര്യ രോഗങ്ങളെന്നും 2, ജീവിതശൈലി രോഗങ്ങൾ. എന്താണ് പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് തന്ന യോഗശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഒരു നോട്ട്സില് ഇതിനെപ്പറ്റി നമ്മൾ ലളിതമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ നേരിടുന്ന പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത്? പാരമ്പര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ എന്ന വ്യക്തി ഉണ്ടായത് എന്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. നമ്മൾ ഓരോരുത്തരും ഉണ്ടായത് അങ്ങനെയാണ്. സ്വയംഭൂജാതരായിട്ടുള്ളവരൊന്നുമല്ല. നമ്മൾ ഉണ്ടാക്കപ്പെട്ടത് ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ച് ആണ് നമ്മളും സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെ? അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് നമ്മൾ രൂപപ്പെട്ടത്. നമ്മളെല്ലാം സൃഷ്ടിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തലമുറയെ സൃഷ്ടിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചം തന്നിട്ടുണ്ട്. അതൊരു സീഡ്, ഒരു വിത്ത് എന്ന രീതിയിലാണ്. പുരുഷന്റെ ഉള്ളിൽ ബീജവും സ്ത്രീയുടെ ഉള്ളിൽ അണ്ഡവുമാണ് ആ വിത്തുകൾ എന്ന് നമ്മൾ പറയും. അപ്പോ ഈ അണ്ഡവും ബീജവും സംയോജിക്കപ്പെട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലാണ് നമ്മളുടെ ആദ്യ രൂപം ഉണ്ടായത്. ഒരു ചെറിയൊരു മാംസ കഷ്ണമായിട്ട് നമ്മൾ അവിടെ ഉടലെടുത്തു. അത് ഓരോ മാസവും കൃത്യമായി വളർന്ന്, അല്ലെ, ഒരു 10 മാസത്തോടടുത്ത സമയത്ത് പൂർണ്ണനായ ഒരു ശിശുവായി ഈ ഭൂമിയിലേക്ക് ഭൂജാതനായി അല്ലെങ്കിൽ ഭൂജാതയായി നമ്മൾ വരുന്നു. അപ്പൊ അമ്മയുടെ വയറ്റിൽ നമ്മളെ പരിപാലിച്ച മഹത്തായ ഒരു ശക്തി ചൈതന്യമുണ്ട്. കൃത്യമായി കൈ വന്നു, കാല് വന്നു, കണ്ണ് വന്നു, മൂക്ക് വന്നു, അല്ലെ? നമ്മളുടെ അവയവ സംവിധാനങ്ങൾ, ബാഹ്യാന്തരിക അവയവ സംവിധാനങ്ങൾ എല്ലാം വന്നു. അപ്പൊ ഇതിന് പിന്നിൽ വളരെ വലിയൊരു കോസ്മിക് ഇന്റലിജന്റ് ഉണ്ടെന്നാണ് പറയുക. അപ്പോ നമ്മൾ ഇങ്ങനെ രൂപപ്പെട്ടതിന് പിന്നിൽ അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെ? അപ്പൊ അച്ഛന്റെയും അമ്മയുടെയുമായ ഊർജവും അവരുടേതായ സ്വഭാവ സവിശേഷതകളും അവരുടേതായ നല്ലതും ചീത്തയുമായിട്ടുള്ള ഗുണങ്ങളും ഒക്കെ തന്നെ, അവരുടേത് മാത്രമല്ല, പുതിയ പഠനമനുസരിച്ച്, പുതിയതല്ല, കുറെ ഏറെ പഴക്കമുള്ള പഠനമാണ്, 7 തലമുറകളുടെ ഡേറ്റാസ് നമ്മളുടെ ജീന് വഴി മാറ്റപ്പെടുന്നുണ്ടെന്നാണ് പറയുക. അതായത് നമ്മൾ, നമ്മുടെ അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ, അങ്ങനെ 7 തലമുറകളുണ്ടല്ലോ. ആ 7 തലമുറകളിൽ ഉള്ളവരുടെ പാരമ്പര്യം, അവരുടെ സ്വഭാവം, അവരുടെ രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, അല്ലെങ്കിൽ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ജീനുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുക. ഭാരതത്തിൽ ഒരു സങ്കല്പമുണ്ട്. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഈ കർത്തവാവ് പിതൃ ബലിയൊക്കെ ചെയ്തതാണ്. അതിൽ നമ്മൾ 7 തലമുറകളെയൊക്കെ സങ്കല്പിച്ചുകൊണ്ടിട്ടാണ് പിതൃപൂജകളൊക്കെ സനാതനധർമ്മ വിശ്വാസികൾ ചെയ്യുക. അപ്പൊ അതിലും പറയുന്നുണ്ട് 7 തലമുറകൾ. ഞാൻ ഈ പിതൃപിണ്ഡം വെക്കുന്ന സമയത്ത് അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള എൻ്റെ 7 തലമുറകൾക്ക് നന്മയുണ്ടാകട്ടെ, ഉയർച്ചയുണ്ടാകട്ടെ, അവർക്ക് ഊർദ്ധഗതി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഭാരതീയ സമ്പ്രദായത്തിൽ ചെയ്യുക. പിന്നെ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, നമ്മളിപ്പോ ഒരു യോഗക്രിയ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ്, അതിന്റെ ഊർജം, അതിന്റെ ചൈതന്യം നമ്മളുടെ ഉള്ളിലും നമ്മളുടെ ബീജത്തിലും നമ്മളുടെ അണ്ടത്തിലും അതിൻ്റെതായിട്ടുള്ള സൂക്ഷ്മമായ നോട്ട്സ്, എഴുത്തുകുത്തുകൾ നടക്കുമെന്നും അത് അടുത്ത 7 തലമുറകളിലേക്ക് മാറ്റപ്പെടുമെന്നും പറയുന്നു. അതായത് പാരമ്പര്യം ജനിതകപരമായി ജീനുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ നല്ലതും ചീത്തയുമായിട്ടുള്ള ഗുണങ്ങളും ജീനുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരാം. അപ്പൊ നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യ രോഗങ്ങളായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, ഇന്ന്
ലോകത്ത് മനുഷ്യൻ ഏറ്റവും അധികം നേരിടുന്ന ഒരു വിഷയമാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്, അല്ലെ ഷുഗർ രോഗം എന്ന് നമ്മൾ പറയും. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഷുഗർ രോഗികൾ ഉള്ള ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഭാരതമാണെന്ന് പറയും. അതിൽ കേരളത്തിന്റെ എണ്ണം വളരെയധികം അനുദിനം കൂടി വരികയാണ്. പല കാരണങ്ങളുണ്ട്. നമ്മളുടെ തെറ്റായ ജീവിതശൈലി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ഉറക്കത്തിലെ പ്രശ്നങ്ങൾ, വ്യായാമ രാഹിത്യം, അങ്ങനെ വിവിധ വിഷയങ്ങള് ഈ ഷുഗർ രോഗം എന്നുള്ളത് പോലെ പല രോഗങ്ങൾക്ക് പിന്നിലുമുണ്ട്. അപ്പൊ ഇതിലും എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം പാരമ്പര്യമാണ്. അപ്പൊ ഈ ഇടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചൊരു സംശയമാണ്. പുള്ളി ചെറുപ്പം മുതൽ തന്നെ വ്യായാമം ചെയ്തു വരുന്ന ആളാണ്. കൃത്യമായിട്ട് കാരണം അദ്ദേഹം പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് അദ്ദേഹം, പട്ടാളക്കാരുടെ ചിട്ട അറിയാലോ, പട്ടാള ചിട്ട എന്ന് പറയും. കൃത്യമായി എന്നും വ്യായാമം ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ വലിയ കൃത്യമായിട്ട് കൊണ്ടുപോകും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു 45-48 വയസ്സിനിടയിൽ ഇദ്ദേഹത്തിന് ഷുഗർ പിടിപെട്ടു. ഈ പറയുന്ന ഡയബറ്റിക് ആയി അദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായി വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് 48 വയസ്സായ സമയത്ത് 46-48 വയസ്സിനിടയിൽ ഇദ്ദേഹത്തിന് ഡയബറ്റിക് ആയി മാറുകയാണ്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി കൊണ്ടുണ്ടായതല്ല. ജീവിതശൈലിയിൽ അദ്ദേഹം കൃത്യതയോടെ നിഷ്ഠയോടെ വ്യായാമം ചെയ്യുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ജീവിതശൈലി കറക്റ്റ് ആണ്. പക്ഷെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് വന്നത്? അദ്ദേഹത്തിന്റെ അമ്മ വളരെ വലിയൊരു ഡയബറ്റിക് രോഗിയായിരുന്നു. അമ്മ ഡയബറ്റിക്കിന്റെ ഇഷ്യൂസ് കൂടിയിട്ടാണ് അമ്മ മരണപ്പെട്ടത്. അപ്പൊ അത് ചിലരതിനെ വാദിക്കാറുണ്ട്, പാരമ്പര്യ രോഗമല്ല എന്ന് വാദിക്കാറുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും ജീനിലൂടെ പകർന്നു കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രോഗത്തിൻ്റെതായിട്ടുള്ള വിത്തുകളും ജീനിലൂടെ കോഡ് ചെയ്ത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഡയബറ്റിക് വരേണ്ട കാര്യമില്ല. വ്യായാമം ചെയ്യുന്ന ആളാണ്, ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഡയബറ്റിക് ആയി 46-48 വയസ്സിനിടയിൽ. അതിന്റെ ഒരു കാരണം ഒരു പക്ഷെ പാരമ്പര്യമാണ്. പക്ഷെ അദ്ദേഹം യോഗ പിന്നെ അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഭക്ഷണ നിയന്ത്രണമൊന്നും അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം യോഗ പഠിച്ചു. യോഗയിൽ അനേകം ടെക്നിക്കുകൾ ഈ ഡയബറ്റിക് പ്രോബ്ലത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ധാരാളം പേർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഷുഗർ രോഗത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പണ്ട് ഡയബറ്റിക് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. റിവേഴ്സ് ഡയബറ്റിക് എന്ന് പറയുന്നുണ്ട്. അതായത് ഡയബറ്റിക്കിനെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പൊ പ്രകൃതി ചികിത്സയിലും പ്രകൃതി ജീവനത്തിലും ഒക്കെ പറയുന്നു നമുക്കതിനെ ഡയബറ്റിക്കിൽ നിന്ന് പൂർണ്ണമായും വിമുക്തരാകാം എന്ന് പോലും പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. നമുക്കത് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എടുക്കാം. അതായത് അപ്പോൾ പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വിവിധ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചില മാനസിക പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്ക് മാനസികമായ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഇതേപോലെ വളർന്ന് കൗമാരദശയിലായപ്പോൾ സെയിം അമ്മയുടെ അതേ ഇഷ്യൂ, ആ അമ്മയ്ക്ക് കൗമാരദശയിലാണ് മാനസിക പ്രശ്നം, വിഷാദ രോഗം എന്ന് പറയുന്നത് ഉണ്ടായത്. അപ്പൊ ഈ കുട്ടിയും കൗമാരദശയിലേക്ക് വന്ന സമയത്ത് ഈ പെൺകുട്ടിക്കും ഈ വിഷാദ രോഗത്തിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ നോക്കൂ, നമ്മൾ നേരിടുന്ന ചില രോഗങ്ങള് പരമ്പരാഗതമായി പാരമ്പര്യത്തിലൂടെ ജീനിലൂടെ ജനിതകപരമായി നമുക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ പൊതുവെ രോഗത്തെ പറ്റി നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിഷയം. അതായത് ജനിതകപരമായ പാരമ്പര്യമായി നമ്മൾ നേരിടുന്ന രോഗങ്ങൾ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ നമ്മളിപ്പോ പൊതുവെ പറയുന്നത് നമ്മൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെയൊക്കെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? ജീവിതശൈലി, അതായത് നമ്മളുടെ ജീവിത രീതിയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ ജീവിതക്രമം പിന്തുടരുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില രോഗങ്ങളെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചെയിൻ സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാൾ, എപ്പോഴും പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശ്വാസകോശാർബുദം പിടിപെട്ടു. നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നും പറഞ്ഞ് ടുബാക്കോക്കെതിരെയുള്ള ഒരു പരസ്യം കാണിക്കാറുണ്ട്. ശരിയാണ്, സ്പോഞ്ച് പോലെയാണ്. നമ്മൾ അതിനെ പഠിക്കും, ശരീരഘടനയെ പറ്റി നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ നിരന്തരമായി പുകവലിക്കുന്നതിലൂടെ ഒരാൾക്ക് ശ്വാസകോശാർബുദം പിടിപെട്ടു. അതെങ്ങനെ ഉണ്ടായതാണ്? അതൊരു പാരമ്പര്യ രോഗമല്ല ശ്വാസകോശാർബുദം എന്ന് പറയുന്നത്, അല്ലെ? സാധാരണഗതിയിൽ അത് ഈ ജീവിത ശൈലി കൊണ്ടുണ്ടായതാണ്. നിരന്തരമായി പുകവലിച്ചതിലൂടെ ശ്വാസകോശാർബുദം ഒരാൾക്ക് പിടിപെട്ടു. അല്ലെങ്കിൽ അമിത മദ്യപാനം മൂലം ഒരാളുടെ ലിവർ സിറോസിസ് ഒരാൾക്ക് ഉണ്ടായി. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ പറയും. തെറ്റായ ഭക്ഷണക്രമം നമ്മൾ പിന്തുടരുന്നത് കൊണ്ട് അതിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോളിന്റെയും ഷുഗറിന്റെയും ഒക്കെ ഒരു അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത് ഈ ഭക്ഷണക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മൾ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ പഴയ മുതുമുത്തശ്ശന്മാർക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാർഷിക വൃത്തി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് അവര് രാവിലെ എഴുന്നേൽക്കുകയും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും കൃഷിയൊക്കെ ആണെങ്കിൽ കൃഷിപ്പണിക്ക് വേണ്ടി
അവർ പാടത്തേക്ക് പോവുകയും നന്നായിട്ട് കായികാധ്വാനം ചെയ്യുകയും പിന്നീട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോ ഭക്ഷണത്തിനനുസരിച്ചിട്ടുള്ള അധ്വാനം, കായികാധ്വാനം പഴയ കാലത്തുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ എന്റെ തറവാട്ടിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ട് ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ, അല്ലെ മധുമേഹം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയും, ഷുഗർ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ നടന്ന് കാശിക്ക് പോകാൻ പറയും. പണ്ടത്തെ വൈദ്യന്മാര് പറയുന്നത് നടന്ന് കാശിക്ക് പോകുക. ഇനി നല്ല കായബലമുള്ള ആളാണെങ്കിൽ പറയും ഒറ്റയ്ക്ക് കൃഷിസ്ഥലത്തൊരു കുളം കുഴിക്കാനായിട്ട് പറയും. രണ്ടിന് പിന്നിലും ഉള്ള സന്ദേശം ഇതാണ്. നടന്ന് കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ കാശി വരെയുള്ള നടപ്പ് ശരീരത്തിന് അത്രയും അധികം വ്യായാമം, അധ്വാനം നൽകും. ഒരു കുളം കുഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അധികം വ്യായാമം, അധ്വാനം അയാൾ ചെയ്യും. അതായത് വ്യായാമം ചെയ്താൽ, ശാരീരികമായ ആക്ടിവിറ്റീസ് നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളെയും നമുക്ക് മാറ്റാൻ കഴിയും. ഇതാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം ജീവിതത്തിൽ എന്ന് പറയുന്നത്. ശരീരം ആരോഗ്യപൂർണമായിട്ട് നിലനിൽക്കണമെങ്കിൽ യോഗശാസ്ത്രം ചില നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ശരിയായ ആഹാര രീതിയെ പറ്റിയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം, അതിന്റെ കോശങ്ങള്, അല്ലെ, അതിലെ മജ്ജ, അതിലെ മാംസം, അതിന്റെ ധാതുക്കള് എല്ലാം രൂപപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം മിതവും ഹിതവും നമുക്ക് യുക്തവും പോഷക സമൃദ്ധവുമായ രീതിയിലുള്ള ഒരു ആഹാര രീതി നമ്മൾ പിന്തുടരണം. ആഹാര രീതിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിന് ഗുണപരവും ദോഷകരവുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. രോഗങ്ങളുടെ ഒരു കാരണം തെറ്റായ ആഹാര രീതിയാണ്. വിശദമായി നമ്മൾ പഠിക്കും. രണ്ടാമതായിട്ട് പറയുന്നത്, ശരിയായ ആഹാരം പോലെ ശരിയായ ജലം നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ജലമാണെന്ന് നമുക്കറിയാം. നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളതും ജലമാണ്. അപ്പൊ എങ്ങനെ നമ്മൾ വെള്ളം കുടിക്കണം, അത് ഏത് രീതിയിലായിരിക്കണം, എന്ത് വെള്ളം കുടിക്കണം തുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതും നമ്മൾ വരുന്ന ഇടയിൽ ചർച്ച ചെയ്യും. അപ്പൊ ശരിയായ ആഹാരം, ശരിയായ ജലം ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യം, ശരിയായ വ്യായാമം. എന്താണ് ശരിയായ വ്യായാമം എന്ന് പറഞ്ഞാൽ? ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾക്കും നമ്മുടെ നാഡീ സംവിധാനങ്ങൾക്കും നമ്മളുടെ മനസ്സിനും നമ്മളുടെ ബോധത്തിനും ഊർജം പകരുന്നതാണ് ശരിയായ വ്യായാമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എയറോബിക്, അതേപോലെ സൂംബ, ജിം എക്സർസൈസുകൾ, ഇതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതൊന്നും തെറ്റല്ല. എല്ലാ വ്യായാമത്തിനും അതിൻ്റെതായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകും. ചിലതിന് ചെറിയ ദോഷങ്ങളും ഉണ്ടാകും. നമ്മൾ എപ്പോഴും ഒരു വ്യായാമം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ശാരീരിക സ്ഥിതി, നമ്മളുടെ പ്രായം, നമ്മളുടെ രോഗാവസ്ഥ, ഇത് പരിഗണിച്ചിട്ടേ നമ്മൾ ഈ വ്യായാമം തിരഞ്ഞെടുക്കാവൂ. നിങ്ങൾ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എല്ലാ യോഗാസനവും എല്ലാവർക്കും പറ്റിയതല്ല. ഇപ്പൊ ഒരു 85-90 വയസ്സായ ഒരാൾ യോഗ പഠിക്കാൻ വന്നെന്നിരിക്കട്ടെ. അയാളോട് പറയാണ് ശീർഷാസനം എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങളുടെ ചക്രവർത്തിയാണ്, അതുകൊണ്ട് ശീർഷാസനം ചെയ്താൽ മതി, ബാക്കി ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് പറ്റുമോ? ഇല്ല. 80-85 വയസ്സുള്ള ഒരാൾക്ക്, കുറച്ച് പ്രായമായ ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ വന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ശീർഷാസനം, ഹലാസനം, പശ്ചിമോത്താസനം പോലെയുള്ള കഠിനമായിരിക്കുന്ന യോഗാസനങ്ങൾ. അപ്പൊ അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ യോഗ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ യോഗ പഠിപ്പിക്കുമ്പോൾ വരുന്ന ആളുടെ ശാരീരിക സ്ഥിതി നോക്കണം. എന്താണ് അയാളുടെ പ്രായം? 2, അയാളുടെ രോഗാവസ്ഥ നോക്കണം. ഇപ്പൊ ഹൈ ബി പിയുമായിട്ട് വരുന്ന ഒരാൾ, അല്ലെ, വളരെയധികം ബി പി കൂടുതലാണെന്നിരിക്കട്ടെ, അയാളോട് നമ്മൾ പറയാണ് ഇതേപോലെ തലകുത്തി നിന്നിട്ടുള്ള ആസനങ്ങൾ, വിപരീതകരണി, അല്ലെങ്കിൽ പശ്ചിമോത്താസനം, ശീർഷാസനം, ഹലാസനം, അല്ലെങ്കിൽ സക്രിയ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അയാൾക്ക് പൊതുവെ അയാളുടെ ബ്ലഡ് പ്രഷർ കൂടുതലാണ്. ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതായ യോഗക്രിയകളുണ്ട്, ചെയ്യേണ്ടതായിട്ടുള്ള യോഗക്രിയകളുമുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പൊ നട്ടെല്ലിന് തേയ്മാനമുള്ള ഒരാള്, ഡിസ്കിന് തേയ്മാനമുള്ള ഒരാള് ചെയ്യരുതാത്ത യോഗയുണ്ട്, ചെയ്യേണ്ടതുമായിരിക്കുന്ന യോഗയുണ്ട്. ഇപ്പൊ അയാൾ ഫോർവേഡ് ബെൻഡിങ് ആയിട്ടുള്ള ആസനാസ്, ഡിസ്ക് അകൽച്ചയുള്ളവർ പൊതുവെ ഒഴിവാക്കണം എന്ന് പറയും. നമ്മൾ പാദഹസ്താസനം പോലെയുള്ള ചില ആസനങ്ങൾ, പശ്ചിമോത്താസനം പോലെയുള്ള ആസനങ്ങൾ അവർ ആദ്യഘട്ടത്തിൽ ചെയ്തുകൂടാ. എന്നാൽ ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടുള്ള ഭുജംഗാസന പോലെയുള്ള ആസനാസ് അവര് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ഒരു കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞു വേണം യോഗ പഠിക്കാൻ. അപ്പൊ ഒരാളുടെ ശാരീരിക സ്ഥിതി, പ്രായം, രോഗാവസ്ഥ, ഇത് മനസ്സിലാക്കി നമ്മൾ യോഗ പഠിക്കാവൂ, യോഗ പഠിപ്പിക്കാവൂ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യോഗ എന്ന് പറയുന്നത് അതിപൗരാണികമായ ഒരു ശാസ്ത്രമാണ്. ഭാരതത്തിൽ ഉത്ഭവിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗ.
എന്തുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ ഇന്ന ഇന്ന ഗുണങ്ങൾ ഉണ്ടാകും എന്ന് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഇന്ന് യോഗയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നീ 4 ഘടകങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ എന്നുള്ളത് യോഗയുടെ വീക്ഷണം. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവിടെയാണ്. ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ബൗദ്ധിക പ്രശ്നങ്ങൾ, നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ നമ്മൾ അറിയാത്തത് ഉണ്ടാകുന്ന വിഷയങ്ങൾ. രോഗങ്ങൾ പൊതുവെ 2 തരത്തിൽ നമ്മൾ തിരിക്കാറുണ്ട്. ഒന്ന് പാരമ്പര്യ രോഗങ്ങളും, 2 ജീവിതശൈലി രോഗങ്ങളും. പാരമ്പര്യ രോഗങ്ങൾ എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു പാരമ്പര്യം, ആ ഒരു ജീനിലൂടെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ശാരീരിക, മാനസിക, ബൗദ്ധികമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പാരമ്പര്യ രോഗവിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. പ്രത്യേകിച്ചും ആയുർവേദമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ആയുർവേദത്തിലെ രോഗനിർണയത്തിൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു രോഗം ഉണ്ടാകാൻ ജീവിതശൈലി മാത്രമല്ല, പാരമ്പര്യം മാത്രമല്ല, നമ്മളുടെ പൂർവജന്മങ്ങളും പലപ്പോഴും ഒരു കാരണമാകാറുണ്ട്. ഇത് ചിലർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ. ഇപ്പൊ സനാതനധർമ്മ വിശ്വാസികള് പൂർവജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നവരാണ്. എന്താണ് പൂർവജന്മം എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇപ്പൊ ഇന്ന സ്ഥലത്ത്, കേരളത്തിൽ ഇപ്പൊ ഞാനാണെങ്കിൽ ആലപ്പുഴയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഇന്നയാളുടെ മകനായി മകളായി ഇത്ര വർഷം ജീവിക്കും എന്ന് രേഖപ്പെടുത്തിയ എന്റെ ഒരു കർമ്മമുണ്ട്. അതിനെ പ്രാരാബ്ധ കർമ്മം എന്ന് ഋഷികൾ പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പൊ ഈ ജന്മം ഉണ്ടായ സമയത്ത് ഇതിനു മുമ്പ് അനേക ജന്മങ്ങൾ എനിക്കുണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നാണ് ഭാരതീയ വീക്ഷണം. ആ ജന്മങ്ങളിൽ മനസ്സാ ചിന്തിച്ചതും വാക്കുകളിലൂടെ പറഞ്ഞതും കർമ്മേന്ദ്രിയങ്ങൾ കയ്യും കാലും ഉപയോഗിച്ച് നമ്മൾ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. നല്ലതും ചീത്തയും എന്ന് പറയും, ഗുണവും ദോഷവും എന്ന് പറയും, നേട്ടവും കോട്ടവും ഇതിനും കാരണമായിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിന്റെ എല്ലാം കഴിഞ്ഞുപോയ എല്ലാ ജന്മങ്ങളുടെയും കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ, നമ്മളെ ആസ്ട്രൽ ബോഡിയിൽ, ഈ ശരീരം കൂടാതെ മനുഷ്യനിൽ ആസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം ഉണ്ടെന്നാണ് യോഗയുടെ വീക്ഷണം, അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ശരി തെറ്റുകളുടെ, നന്മ തിന്മകളുടെ, ഗുണദോഷങ്ങളുടെ ഫലമായി ഈ ജന്മത്ത് പല കാര്യങ്ങളും ഉണ്ടാകാം. ജീവിതത്തില് നേട്ടങ്ങളും കോട്ടങ്ങളും സുഖവും ദുഃഖവും രോഗവും അനാരോഗ്യവും ഉണ്ടാകുന്നതിന് പിന്നിൽ നമ്മളുടെ ഭാരതീയ സിദ്ധാന്തം അല്ലെങ്കിൽ നമ്മളുടെ ആയുർവേദം പൂർവ്വജന്മ കർമ്മ സിദ്ധാന്തം അനുസരിച്ച് പൂർവ്വജന്മവും സ്വാധീനിക്കാറുണ്ട്. ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുള്ള ഒരു സംഭവ കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവ കഥയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഇതേപോലെ ഒരു വളരെ പ്രശസ്തനായ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു. ആ വൈദ്യൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആസ്മ എന്ന വിഷയത്തിലാണ്. ആസ്മ അല്ലെ, നമ്മൾ ശ്വാസം മുട്ടൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ആസ്മ രോഗികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവര് ഈ കറുത്ത വാവിനോട് അനുബന്ധിച്ച് ശ്വാസം മുട്ടും. എന്ന് വെച്ചാല് ശ്വാസം ബ്രീത്ത് എടുക്കാനും വിടാനും പ്രയാസമാണ് കറുത്ത വാവിനോട് അനുബന്ധിച്ച് വരുന്ന സമയത്ത്. അതിന് പിന്നിലും കുറേയേറെ സൂക്ഷ്മമായ കാരണങ്ങളുണ്ട്. കാരണം നമ്മളുടെ ഗ്രഹം ചന്ദ്രനും നമ്മളുടെ ശരീരവുമായിട്ടുള്ള സ്വാധീനം ഒക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാ ആസ്മകളും മാറ്റുന്ന ഒരു ആളാണ്. ശ്വാസ സംബന്ധമായ രോഗങ്ങളെയൊക്കെ മാറ്റാൻ ശേഷിയുള്ള ഒരു വൈദ്യനാണ് അദ്ദേഹം. ഈ വൈദ്യന്റെ അടുത്ത് ഒരിക്കൽ ഒരു രോഗി എത്തി. അദ്ദേഹം പല മരുന്നുകൾ ഇദ്ദേഹത്തിന് കൊടുത്തു. ജന്മം ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ആസ്മ മാറുന്നില്ല. ഇദ്ദേഹം ഓരോ പ്രാവശ്യവും മരുന്ന് കൊടുത്ത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹം ആലോചിച്ചു, താൻ ഏറ്റവും പഠിച്ചതിൽ വെച്ച് താൻ സിദ്ധവൈദ്യമാണ് അദ്ദേഹം പിന്തുടരുന്നത്. സിദ്ധവൈദ്യത്തിലെ ഏറ്റവും നല്ല, ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള നീറ്റ് മരുന്നുകള് ഇയാൾക്ക് കൊടുത്തു. ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ഒരു ഫസ്റ്റ് കേസാണ്. തന്റെ 10-20 വർഷത്തെ ജീവിതത്തിനിടയിൽ ചികിത്സാ മേഖലയിൽ തന്റെ ചികിത്സാ എക്സ്പീരിയൻസിനിടയിൽ വരുന്ന ഒരു കേസാണ്. ഇതൊരു റയർ കേസാണിത്. ഇതിന് വല്ലാത്ത ഒരു സങ്കടമായി. കാരണം ഇദ്ദേഹം ഈ വന്ന ആള് പലരോടും പറയാൻ തുടങ്ങി, അയാളുടെ മരുന്ന് കഴിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, എന്റെ ആസ്മ കൂടിക്കൂടി വരുന്നതല്ലാതെ ഇയാളുടെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരുവുണ്ട്. അദ്ദേഹം തഞ്ചാവൂരുകാരനാണ്. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം നമ്മൾ കേട്ടിട്ടില്ലേ, ഓല നാടി ജ്യോതിഷമൊക്കെ ഉള്ള സ്ഥലം. അങ്ങനെ ഇദ്ദേഹം തന്റെ ഗുരുവിനെ അവിടെ പോയി കണ്ടു. അപ്പൊ ഗുരുവിന് വന്നപ്പോഴേ മനസ്സിലായി. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഗുരു ഇൻറ്റ്യൂഷനുള്ള ആളാണ്, ഉപാസകനാണ്, സിദ്ധൻ കൂടിയാണ്. അതാണ് സിദ്ധന്മാർ ഉപയോഗിച്ച ടെക്നിക്കാണ് പിന്നീട് സിദ്ധവൈദ്യമായിട്ട് മാറിയത്. അഗസ്ത്യനും ഭോഗരും ഒക്കെ നീറ്റുമരുന്നുകളുടെ ഒരുപാട്
കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പാരത വിജ്ഞാൻ, രസതന്ത്രം എന്ന് വിളിക്കുന്നത്. നമുക്കത് ചർച്ച ചെയ്യാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരു ശിഷ്യൻ വന്നപ്പോഴേ മനസ്സിലായി ഇന്നൊരു പ്രശ്നമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പൊ ഗുരു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ കാണാത്ത ഒരു ജീവിതം ഇയാൾക്കുണ്ട്. നീ ഇപ്പൊ ഇയാളുടെ ചെറുപ്പം മുതൽ ഈ 10-60 വയസ്സ് വരെയുള്ള ജീവിതമല്ലേ നീ ചോദിച്ച് മനസ്സിലാക്കിയത്. ഇതല്ലാതെ ഇതിനു മുമ്പ് ഇയാൾക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗുരു ഇദ്ദേഹത്തിന്റെ ശിരസിൽ ഒന്ന് കൈവച്ച് അനുഗ്രഹിക്കുന്നു. പിന്നീട് ഈ ശിഷ്യൻ, ഈ വൈദ്യൻ കാണുന്നത് ഈ ലോകമല്ല. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷെ ഇങ്ങനെയും ചില പ്രതിഭാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ തന്റെ അടുത്ത് വന്നയാളുടെ പൂർവ്വജന്മമാണ് ഈ ഗുരുവിന്റെ അടുത്ത് നിന്ന് ഈ വൈദ്യൻ, ശിഷ്യനായ വൈദ്യൻ കാണുന്നത്. അപ്പൊ പൂർവ്വജന്മത്തില് തന്റെ അടുത്ത് ആസ്മയുടെ ചികിത്സക്കായി വന്ന ഈ മനുഷ്യൻ ഏതോ ഒരു ജന്മത്തിൽ ഒരു രാജ്യത്തെ, രാജ്യം എന്ന് വെച്ചാൽ വളരെ വനപ്രദേശങ്ങളൊക്കെ മൂടിയ ഒരു സ്ഥലം, രാജ്യമാണോ എന്താണ്, അവിടുത്തെ ഒരു പ്രധാന നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഗ്രാമമുഖ്യനായിരുന്നു. അദ്ദേഹം വളരെ ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു. തെറ്റ് കാണിക്കുന്നവരെയും തെറ്റ് കാണിക്കാത്തവരെയും തനിക്ക് ഇഷ്ടപ്പെടാത്തവരെയും ഒക്കെ ഇദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, ആ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. വെട്ടിക്കൊല്ലലോ ഒന്നുമല്ല. അപ്പൊ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ, നവജാത ശിശുക്കളെ ഉൾപ്പെടെ, അനേക കുടുംബങ്ങളെ ഉൾപ്പെടെ ഇദ്ദേഹം ഈ നദിയിൽ മുക്കിക്കൊല്ലുന്ന അതിക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഈ വൈദ്യന്റെ അടുത്ത് ആസ്മയുടെ ചികിത്സയ്ക്ക് വന്ന് മാറാത്തയാളുടെ പൂർവ്വജന്മത്തെ പറ്റിയാണ് ഇദ്ദേഹം കാണുന്നത്. അങ്ങനെ അനേകം പേരെ ശ്വാസം മുട്ടിച്ച് കൊന്ന മനുഷ്യനാണ്. അപ്പൊ അവരുടെയൊക്കെ ആ ശാപവും അവരുടെയൊക്കെ അപ്പൊ മരിക്കുമ്പോഴുണ്ടാകുന്നവരുടെ ഒരു താപവും ഒരു ഊർജമായി പ്രപഞ്ചത്തിലേക്ക് പോയി. അപ്പൊ ഈ ജന്മം ഇയാൾ ജനിച്ച സമയത്ത് ആ ശാപതാപാദികൾ, അതാണ് പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്ന് ഋഷി പറഞ്ഞു വെച്ചത്. ഈ ജന്മം ഇയാൾക്ക് എന്തായി? വളരെ വലിയ ആസ്മ രോഗിയായിട്ട് മാറി. നമ്മൾ പറയാറില്ലേ, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരട്ടെ, ഒരു രോഗം ഉണ്ടാകുമ്പോൾ മരുന്നും വേണം മന്ത്രവും വേണം എന്ന് പറയും. കാരണം മരുന്ന് ഈ ജീവിതത്തിലെ ഇഷ്യൂസ് കൊണ്ടുള്ള രോഗം മാറ്റാനാണ്. മന്ത്രം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിൽ ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപാസനയിലൂടെ ആ ദോഷത്തെ, ആ പാപകർമ്മത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി ഗുരു മറ്റു ചില ഉപദേശങ്ങൾ കൂടി ശിഷ്യന് കൊടുത്തു. തിരിച്ച് ഇയാൾ വന്നു, ഇയാളോട് കാര്യം പറഞ്ഞു, ഇതാണ് തന്റെ രോഗം മാറാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞ് ചില ഉപാസനകൾ പഠിപ്പിച്ചു, ചില ക്ഷേത്രങ്ങൾ പോകാൻ പറഞ്ഞു, ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറെയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളിൽ മാറിയെങ്കിലും പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് അത് വിട്ടു. കാരണം അത്രയധികം പാപകർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ പറയാറില്ലേ, നമ്മൾ ജീവിക്കുമ്പോൾ മനസ വാച കർമ്മണ ആർക്കും ദ്രോഹം ഉണ്ടാക്കാതെ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്ലെ മനസാ വാച കർമ്മണ ജീവിക്കണമെന്ന് ഋഷികൾ പറയാനുള്ള കാരണവും ഇതാണ്. അപ്പൊ നമ്മളും ചിന്തിക്കുക, ഇപ്പൊ ഈ ജന്മത്തില് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പൂർവ്വജന്മ കർമ്മങ്ങളുടെ സ്വാധീനം കൂടി ഉണ്ടാകാം എന്നാണ് ഈ സംഭവ കഥ, വെറും കഥയല്ല, സംഭവ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. യോഗ എന്ന് പറയുന്ന ഈ ഒരു വിദ്യ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി യോഗ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, ബൗദ്ധികമായ ആരോഗ്യം, ആത്മീയമായ ആരോഗ്യം. വെറും ആരോഗ്യമല്ല, സമ്പൂർണമായ ആരോഗ്യം എന്ന് പറയും. ജീവിതശൈലി രോഗങ്ങളെ, പാരമ്പര്യ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒഴിവാക്കാനും, മനസ്സിനെ ശാന്തമാക്കാനും ശക്തമാക്കാനും, മനസ്സിന്റെ രോഗങ്ങളെ മാറ്റാൻ. ശരീരത്തിന് രോഗം ഉള്ളതുപോലെ മനസ്സിനും രോഗമുള്ളവരാണെന്ന് ആധുനികകാല മനുഷ്യർ അല്ലെ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവം, വിഷാദ രോഗം ഒരുപാട് പേരിൽ കാണുന്ന ഒന്നാണ്. അത് ഇപ്പോ പ്രായഭേദമന്യേ വിഷാദ രോഗത്തിന്റെ അളവ് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ മാനസികമായിട്ടുള്ള രോഗങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ ചില ഫോബിയകള്, ചില മാനിയകള്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇതേപോലെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ മാറി. പുള്ളി കാർ ഓടിച്ച് ഒരു പാലത്തെ കയറി കഴിഞ്ഞാൽ ആള് സ്റ്റക്കായി പോകും. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ജലം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം കണ്ടാൽ ഇദ്ദേഹം ഭയപ്പെട്ടു പോകും. കാർ അദ്ദേഹം നിർത്തും. അദ്ദേഹത്തിന് ഓടിക്കാൻ പറ്റാത്ത, ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ജലം കണ്ടു കഴിഞ്ഞാൽ, വെള്ളത്തെ അദ്ദേഹത്തിന് പേടിയാണ്. അങ്ങനെ ഒരു ഫോബിയ, അങ്ങനെ ഒരു മാനിയ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ജലത്തെ ഭയപ്പെടുന്നത്, ഇരുട്ടിനെ ഭയപ്പെടുന്നവരുണ്ട്, ഒറ്റയ്ക്കിരിക്കാൻ ഭയപ്പെടുന്നവരുണ്ട്. പലതരത്തിലുള്ള മാനസിക, നമ്മൾ കേട്ടാൽ അത്ഭുതമെന്നോ ചിരി തോന്നുന്നതോ വിചിത്രമെന്നോ തോന്നുന്നതായിരിക്കുന്ന വിവിധ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പലരെയും വെട്ടിക്കൊല്ലുകയും നവജാത ശിശുക്കളെ ഉൾപ്പെടെ അതിക്രൂരമായി പല കാര്യങ്ങൾ ചെയ്യുന്നവരുടെയൊക്കെ മാനസിക നില ഇത്തരത്തിലുള്ളതാണ്. മാനസിക രോഗങ്ങളും
മാനസിക പ്രശ്നങ്ങളും ചില മാനിയകളും ചില ഫോബിയകളും ഒക്കെ ഉള്ളതാണ് ഇന്നത്തെ മനുഷ്യരെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള മാനസിക രോഗങ്ങളെ, മാനസിക പ്രശ്നങ്ങളെ മാറ്റാൻ, അവയ്ക്ക് ശരിയായ പരിഹാരം കണ്ടെത്താനായിട്ട് യോഗയിൽ അനേകം മെത്തേഡുകളുണ്ട്. നമ്മളിപ്പോൾ പരിശീലിക്കുന്ന യോഗ വ്യായാമങ്ങളാകട്ടെ, യോഗാസനങ്ങളാകട്ടെ, പ്രാണായാമങ്ങളാകട്ടെ, മന്ത്രജപങ്ങളാകട്ടെ, ധ്യാന പരിശീലനങ്ങളാകട്ടെ, സങ്കല്പക്രിയകളാകട്ടെ, ഇതൊക്കെ നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ ഊർജ്ജവൽക്കരിക്കും. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ നന്മയുണ്ട്, അതേപോലെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ തിന്മയുടേതായ വിത്തുകളുമുണ്ട്. നമ്മൾ ഏതിനാണോ കൂടുതൽ വെള്ളമൊഴിക്കുന്നത് അത് വളരും എന്നാണ് പറയുക. നന്മ തിന്മകളുടെ, ഗുണദോഷങ്ങളുടെ, ശരി തെറ്റുകളുടെ സമ്മിശ്ര രൂപമാണ്. കാരണം സമ്മിശ്ര കർമ്മത്തോടു കൂടിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു പ്രപഞ്ച നിയമത്തെ പറ്റി നിങ്ങൾ കേട്ട് കാണും, അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാറുണ്ട്. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായിത്തീരുന്നു. എന്താണ് നിയമം? നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായിത്തീരുന്നു. സത്യമല്ലേ? നമ്മൾ നിരന്തരമായി ചിന്തിക്കുകയാണ്, എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല. ഇതൊരു മാനസിക രോഗമാണ് കേട്ടോ, ഒരു മാനസിക പ്രശ്നമാണ്. എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ വളരില്ല, ഞാൻ ഉയരില്ല, എന്റെ ബിസിനസ്സിൽ ഞാൻ വിജയിക്കില്ല, എനിക്ക് എന്നും കാലുവേദനയായിരിക്കും, എന്റെ കുടുംബത്തിൽ എന്നും പ്രശ്നമായിരിക്കും, ഞാൻ വളരില്ല. ഈ ചിന്ത നിരന്തരമായി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മൾ പഠിക്കും കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, ബോധമനസ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ്, അതീത മനസ്സ് എന്ന തലങ്ങള് മനസ്സിനുണ്ട്. ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും, ചിന്ത, ആഗ്രഹം, വികാരം, ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. ശരീരം പോലെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇവനാണ് നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഉണ്ടാക്കുന്നതും നെഗറ്റീവ് ഉണ്ടാക്കുന്നതും വിജയം ഉണ്ടാക്കുന്നതും പരാജയം ഉണ്ടാക്കുന്നതും. മനസ്സ് ഊർജ്ജസ്വലമാണോ, മനസ്സ് ശക്തമാണോ, ജീവിതം ഊർജ്ജസ്വലമായിരിക്കും, ശക്തമായിരിക്കും, വിജയകരമായിരിക്കും. അപ്പൊ ജീവിതം വിജയിക്കാൻ ആദ്യം വേണ്ടത് ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ മാനസിക ആരോഗ്യവും നമുക്ക് വേണം. തീർച്ചയായിട്ടും യോഗയിലെ മെത്തേഡുകൾ മനസ്സിനെ ശക്തമാക്കും, ശാന്തമാക്കും, ഊർജ്ജസ്വലമാക്കും. മാനസിക രോഗങ്ങളെ, മാനസിക പ്രശ്നങ്ങളെ നമുക്ക് നിവാരണം ചെയ്യാൻ പറ്റും. അപ്പൊ എന്തിനാണ് യോഗ എന്ന് ചോദിച്ചാൽ ശാരീരിക ആരോഗ്യം, മാനസികമായ ആരോഗ്യം. മറ്റൊരു തലമാണ് ബുദ്ധി. ഇപ്പൊ ധാരാളം, ഞാൻ പണ്ട്, ഇപ്പോ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധിച്ചിട്ടില്ല, ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്കൂളുകളിൽ കുട്ടികൾക്കായിട്ട് ഒരു അവയർനെസ് പ്രോഗ്രാം യോഗയുടെ നടത്തിയിരുന്നു. ഇത് 2012 മുതൽ 14 കാലഘട്ടം വരെ കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ജില്ലാ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം നടത്തിയിരുന്നു, യോഗ അവയർനെസ് പ്രോഗ്രാം. അപ്പൊ പല സ്കൂളുകളിലും ചെല്ലുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ടീച്ചർമാര് പറയാറുണ്ട്, മാതാപിതാക്കൾ പറയാറുണ്ട്, പഠിക്കൂ പഠിക്കൂ പഠിക്കൂ, പക്ഷേ സാർ എനിക്ക് പഠിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, വായിച്ചിട്ട് എന്റെ ബുദ്ധി അതിനെ ഗ്രഹിക്കുന്നില്ല, കേട്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ലെ? നമ്മൾ കണ്ടും കേട്ടുമാണ് പ്രധാനമായിട്ടും പഠിക്കുക. 5 ഇന്ദ്രിയങ്ങൾ മനുഷ്യനുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത്. കണ്ണ് കാഴ്ച, ചെവി കേൾവി, മൂക്ക് ഗന്ധം, നാവ് രുചി, ത്വക്ക് സ്പർശനം. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഡേറ്റാസ് സ്വീകരിക്കുന്നത്, അല്ലെ? മുല്ലപ്പൂവിന്റെ മണം സുഗന്ധമാണ്, മണത്താണ് അറിയുക. ഒരു വസ്തുവിന് ചൂടാണോ തണുപ്പാണോ എന്ന് സ്പർശിച്ചാണ് നമ്മൾ അറിയുക. അതിമനോഹരമായ ഒരു ദൃശ്യം കണ്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. യേശുദാസിന്റെ, എസ് ജാനകിയുടെ പാട്ട് കേട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചി രുചിച്ചാണ് നമ്മൾ. അപ്പൊ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ലോകത്തെ പറ്റി, വസ്തുക്കളെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ടാകുന്നത്. ഈ അറിവാണ് നമ്മളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും പോസിറ്റീവായ, ക്രിയേറ്റീവായ നല്ല കാര്യങ്ങളാണെങ്കിൽ അതിലൂടെ നല്ല മനസ്സ് രൂപപ്പെടും. നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഇടപെടുന്നതുമായ മേഖലകൾ നെഗറ്റീവ് സാഹചര്യങ്ങളാണെങ്കിൽ നമ്മളുടെ മനസ്സ് നെഗറ്റീവായിട്ട് മാറും എന്നാണ് പറയാ, അല്ലെ? നമ്മൾ വ്യക്തിയും അയാൾ ജീവിക്കുന്ന ചുറ്റുപാടും മനസ്സിനെ രൂപപ്പെടുത്തുന്നതിന് പിന്നിലുണ്ട്. ഇപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ഒരു പഠനം അനുസരിച്ച്, അന്ന് ഒരുപാട് ബോംബിംഗ് നടക്കുന്ന സമയമാണ്, യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. അഫ്ഗാൻ യുദ്ധത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിൽ അവരതിനൊക്കെ ഒരു ആർട്ടിക്കിളൊക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത്, അഫ്ഗാൻ യുദ്ധം നടക്കുന്ന സമയത്ത്, അവിടെ ഗർഭിണികളായിരുന്ന ഒരു 45-50 സ്ത്രീകളെ പഠനത്തിന് വിധേയമാക്കി. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങളും മാനസിക പ്രശ്നങ്ങളും ബുദ്ധിപരമായ വളർച്ചയുടെ കുറവും ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ ചിന്തിച്ചത്, ലോകാരോഗ്യ സംഘടന ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഈ 10-45-50-60 സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്? ഭൂരിഭാഗം ആൾക്കാർക്കും
ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ശാരീരിക വൈകല്യങ്ങൾ, മാനസിക രോഗങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധി വളർച്ച കുറവ്, ഓട്ടിസം പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പഠനം നടത്തിയ സമയത്ത് ആ സമയത്ത് ഇവർ ഗർഭിണികളായിരുന്ന സമയത്താണ് അഫ്ഗാനിൽ ബോംബിങ്ങും വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു. അപ്പൊ അമ്മയുടെ ചിന്ത, ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അമ്മ കഴിക്കുന്ന ആഹാരവും ഗർഭവതിയായിരിക്കുന്ന അമ്മയുടെ ആഹാരവും ഗർഭവതിയായിരിക്കുന്ന അമ്മയുടെ ചിന്തകളും ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കും എന്നുള്ളത് അല്ലെ നമുക്കും അറിയാം. നമ്മളുടെ പാരമ്പര്യത്തിൽ നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് നമ്മളുടെ വീട്ടിൽ, ഒരു തറവാട്ടിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് അവൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഭക്ഷണം, സാത്വിക ഭക്ഷണം കൊടുക്കണം. അവൾ കേൾക്കുന്നതും ചിന്തിക്കുന്നതും പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളായിരിക്കണം. നമ്മൾ പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട്, അഭിമന്യുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഉത്തരയുടെ ഗർഭത്തിൽ കിടന്ന് ശസ്ത്രവിദ്യകൾ ഉൾപ്പെടെ പഠിച്ച അഭിമന്യുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഗർഭസ്ഥ ശിശു കാര്യങ്ങളെ ഗ്രഹിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത്, ഈ അമ്മ ഗർഭവതിയായിരുന്ന സമയത്ത് ഈ ബോംബിങ്ങും മറ്റു പ്രശ്നങ്ങളും കൊണ്ട് അമ്മ ടെൻസ്ഡ് ആയിരുന്നു. പോഷകാഹാരങ്ങൾ അമ്മയ്ക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായി അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഭയപ്പെട്ടു. പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായി. ജനിച്ച സമയത്ത് ഇങ്ങനെയുള്ള വൈകല്യങ്ങളോട് കൂടിയാണ് അത് ജനിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ ഇതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മളുടെ ബുദ്ധിപരമായ വളർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ശരിയായ തീരുമാനമെടുക്കാനുള്ള ഒന്നിനെയാണ് ബുദ്ധി എന്ന് പറയുക. നമ്മളൊരു ബിസിനസ്സുകാരനായിരിക്കും. ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും അവെയർ ആയിരിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ ഒരേ ബിസിനസ് ചെയ്യുന്ന ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും? എന്താ കാരണം? ഒരേ പ്രോഡക്റ്റ് ആണ് അവർ വിൽക്കുന്നത്, ഒരേ മാർക്കറ്റിലാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് അയാളുടെ പ്രോഡക്റ്റ് വിജയിച്ചു, നമ്മുടെ പ്രോഡക്റ്റ് പരാജയപ്പെട്ടു? നമ്മൾ ചിന്തിക്കേണ്ടതാണ് അല്ലേ. അങ്ങനെ ഓരോ വിഷയങ്ങളെ പറ്റി, ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളുടെ കാരണം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിന് ബുദ്ധി സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയും. ബുദ്ധിക്ക് പല തലങ്ങളുണ്ട്: ഗ്രഹണശക്തി, ഓർമ്മശക്തി, അപഗ്രഥന ശക്തി, നിർണയ ശക്തി, ആവിഷ്കരണ ശക്തി, ലാവണ്യാസ്വാദന ശക്തി, ഗവേഷണ ശക്തി എന്നൊക്കെയുള്ള പല ലെവലുകൾ നമ്മളുടെ ബുദ്ധിക്കുണ്ട്. അതുപോലെ അതീന്ദ്രിയ ജ്ഞാനമുണ്ട്, 6ാം ഇന്ദ്രിയം, 6th സെൻസ് എന്ന് പറയും. അപ്പോ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ നമ്മളുടെ ബുദ്ധി നല്ല ഷാർപ്പാക്കാൻ, ശരിയായ രീതിയിൽ ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് ഉണ്ടാക്കാനുള്ള ബുദ്ധിയെ നമുക്ക് യോഗയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. പിന്നെ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, സ്മൃതിനാശം, ഓർമ്മക്കുറവ് പോലെയുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ യോഗ നല്ലൊരു ഔഷധമാണ്. അപ്പൊ നമ്മളുടെ ഒരു അധ്യാപകനായിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, ശിവകുണ്ഠലിനി ക്രിയ പഠിപ്പിക്കുന്നയാളാണ്. അദ്ദേഹം ഇതേപോലെ ഡിമെൻഷ്യ എന്ന രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. ഇതും സ്മൃതിനാശമാണ്. ഇങ്ങനെ ഓർമ്മ കുറഞ്ഞു 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 പോകുന്നു, ശരീരത്തിന്റെ ന്യൂറോ സംവിധാനങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നമാണ് ഡിമെൻഷ്യ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം കണ്ട ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിനൊപ്പം തന്നെ എവിടെയെങ്കിലും യോഗ പോയി പഠിക്കുക. അങ്ങനെയാണ് അദ്ദേഹം ഒരു 2-3 വർഷം മുമ്പ് യോഗ പഠിക്കാനായിട്ട് വന്നത്. ഇന്ന് അദ്ദേഹം നമ്മളുടെ അധ്യാപകനാണ്. ആ ഒരു ഇഷ്യൂസ് യോഗയിലൂടെ അദ്ദേഹത്തിന് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് തെളിവുകൾ ഉണ്ട്. അപ്പോ ബുദ്ധിപരമായ ശേഷി, ഓർമ്മശക്തി കൂട്ടാൻ, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന പല ബൗദ്ധിക പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ യോഗ നല്ലൊരു ഔഷധമാണെന്ന് പറയും. 4ാമത്തെ തലം നമ്മളുടെ ആത്മാവാണ്. ഇത് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ ജീവിതകാലത്ത് ഞാൻ യോഗയെ പറ്റി ഒരു 10-26 വർഷമായിട്ട് പഠിച്ച എൻ്റെ അറിവുകൾ, അതിൽ ആദ്യ ഭാഗമാണ് ഞാൻ എൻ്റെ വായിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു തരംഗങ്ങൾ എൻ്റെ വോക്കൽ കോഡിൽ, ശബ്ദത്തിൽ വന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് മലയാള ഭാഷയിലാണ്. വേറെ സ്ഥലത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഞാൻ സംസാരിക്കും. അപ്പോൾ ഇന്ന് മലയാളികളാണുള്ളത്, മലയാളത്തിൽ സംസാരിക്കണം, അത് ഇന്ന കാര്യങ്ങളാണ് പറയേണ്ടത് എന്നുള്ളത് ഞാൻ ക്ലാസ്സിന് മുമ്പ് ഞാനിത് കറക്റ്റ് പോയിന്റൈസ് ചെയ്ത് എൻ്റെ ബ്രെയിനിൽ ഞാൻ അടുക്കി വെക്കും അല്ലെ. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇത് നടക്കുന്നത്. ബ്രെയിനിൽ ഒരു ആശയം രൂപപ്പെടുന്നു, ആ ആശയത്തെ ഒരു തരംഗമായി, ഒരു എനർജിയായി വോക്കൽ കോഡിലേക്ക് വരുന്നു. വോക്കൽ കോഡ് ഏത് ഭാഷയിലാണോ പറയേണ്ടത് ആ രീതിയിൽ ആ ഭാഷ ശബ്ദമായി വായുവിന്റെ സഹായത്തോടെ പുറത്തേക്ക് വരുന്നു. എത്ര വലിയ പ്രോസസ്സാണെന്ന് നോക്കുക. നമ്മൾ ആഹാരം കഴിക്കാറുണ്ട്. ആഹാരം ഉരുള ഉരുട്ടി നാവിൽ ഇവിടം വരെ വെക്കുന്ന ഒരു കർമ്മമേ നമുക്കുള്ളൂ. നിങ്ങളുടെ നാവിൽ ഈ ആഹാരം വരുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിലെ 2 തലങ്ങളെ പറ്റി പറയാം. നമ്മൾ ഇതൊരു ബ്രെയിൻ ആണ്, മെയിൻ ബ്രെയിൻ ആണ് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ആമാശയം സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയും.
സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയും. അതായത് നാവിൽ ആഹാരം വരുന്ന സമയത്ത് ആമാശത്തിന് അറിയാം വരുന്നത് ചിക്കൻ ആണോ മട്ടൺ ആണോ പൊറോട്ടയാണോ അരിപ്പുട്ടാണോ ഗോതമ്പ് പുട്ടാണോ മാങ്ങയാണോ തേങ്ങയാണോ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കും. അല്ലെ? നമ്മൾ പുളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ ഒരു പുളിരസം വരും. കാരണം ബ്രെയിൻ ക്യാച്ച് ചെയ്യും, ആമാശയം ക്യാച്ച് ചെയ്യും, ആമാശയത്തിന് ഇൻഫർമേഷൻ കൊടുക്കും. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡോ ദഹനരസം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ഇടിച്ചു പൊടിച്ച് കളയാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ആട്ടുകല്ലോ അരകല്ലോ ഒന്നുമില്ല. നമ്മളുടെ ആമാശയത്തിന്റെ ഒരു പ്രത്യേക ചലനം, അവിടെ ഉണ്ടാകുന്ന ദഹനരസം, ഇതാണ് ആഹാരത്തെ ദഹിപ്പിക്കുന്നത്. അല്ലെ? ദഹിക്കുന്ന ആഹാരം ചെറുകുടലിലൂടെ പോഷകങ്ങളായി ശരീരം സ്വീകരിക്കും, വൻകുടലിലൂടെ അതിന്റെ വേസ്റ്റിനെ പുറന്തള്ളും. അല്ലെ? ചെല്ലുന്ന ആഹാരം ബ്ലഡിലേക്ക് വരുന്നു, പിന്നെ കോശങ്ങളെ സൃഷ്ടിക്കുന്നു, കോശങ്ങളെ രൂപപ്പെടുന്നു, നമ്മളുടെ ശരീര കലകൾ ഉണ്ടാകുന്നു, പിന്നെ എല്ലിന് ശക്തി ഉണ്ടാകുന്നു. എത്ര വലിയ പ്രോസസ് ആണെന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഹൃദയം നിരന്തരമായിട്ട് മിടിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയം മിടിക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്റെ കൺട്രോളിലാണ്, അനൈച്ഛികമാണ്. ഇച്ഛാപൂർണ്ണം എനിക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു എനർജി ഉണ്ടെന്നാണ് പറയുക. അതിലേക്ക് പോവാം. നിങ്ങളുടെ കരളിന്റെ പ്രവർത്തനങ്ങൾ, വൃക്കയുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കോടാനുകോടി ജൈവരാസ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന, ഭരിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ഒരു ഡിവൈൻ എനർജി ഉണ്ടെന്നാണ് യോഗശാസ്ത്രത്തിന്റെ നിലപാട്. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ആരാണ് എന്റെ ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കുന്നത്? എത്രയോ ഡേറ്റാസ് ഈ തലയിലുണ്ടെന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും തലയിലുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ രൂപങ്ങൾ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ശബ്ദങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്കിലെ ATM കാർഡിന്റെ പിൻ കോഡ്, അല്ലെ? നിങ്ങളുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നതിനുള്ള പാസ്കോഡ്, അങ്ങനെ എത്രയോ ഓർമ്മയുടെ തലങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. എത്രയോ പാട്ടുകൾ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വല്ലാത്ത ഒരു അത്ഭുതമായ ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം എന്ന് പറയും. കരളിന്റെ പ്രവർത്തനമല്ല വൃക്ക ചെയ്യുന്നത്, വൃക്കയുടെ പ്രവർത്തനമല്ല ഹൃദയം ചെയ്യുന്നത്, ഹൃദയത്തിന്റെ പ്രവർത്തനമല്ല ആമാശയം ചെയ്യുന്നത്. വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഇതെല്ലാം കൂടി നമ്മൾ ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്ന് പറയും. ഉള്ളതൊന്നാണ്, അതിനെ പലതായിട്ട് പറയും. ഇവിടെ പലത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ശരീരം ആരോഗ്യപൂർണ്ണം നിലനിൽക്കുന്നത്. ആരാണ് ഈ ശരീരത്തെ വളർത്തുന്നത്? 5 വയസ്സിൽ ഇരുന്ന പോലെയല്ല 50-ആം വയസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ കോശങ്ങളെ വളർത്തുന്നുണ്ട്, നിങ്ങളുടെ ബ്രെയിനെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, കരളിനെയും വൃക്കകളെയും ആർട്ടറീസിനെയും ഗ്ലാൻസിനെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. സന്തോഷം വരുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സെറാട്ടോണിൻ, ഡോപ്പോമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ പോലെയുള്ള ഹാപ്പിനെസ്. ഇത് എവിടെ നിന്ന് ആര് ഉൽപ്പാദിപ്പിക്കുന്നു? ആരാണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കറിയില്ല. നമുക്കറിയാത്ത, എന്നാൽ ഋഷികൾ അറിഞ്ഞ ഒരു ശക്തിയുണ്ട്. അതിനെ നമ്മൾ ആത്മചൈതന്യം, ജീവചൈതന്യം എന്ന് പറയും. അല്ലെ? നമ്മൾ മരിക്കുന്നു. എന്താ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യം നഷ്ടപ്പെടുന്നതാണ്. അപ്പോഴും ശരീരമുണ്ട്. മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ഓക്സിജൻ കൊടുത്താൽ അയാൾ എഴുന്നേൽക്കുമോ? ഓക്സിജൻ കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നത്. ഒരാൾ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, എന്നാൽ കൃത്രിമമായി ശ്വാസം കൊടുക്കാം. ഓക്സിജൻ ആണല്ലോ അയാളെ ജീവിപ്പിച്ച ശക്തി? അല്ല. ഓക്സിജൻ അപ്പുറമായി മറ്റെന്തോ ഒരു ഊർജം. ഇന്നിപ്പോ ഈയിടെ അതിനൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ആത്മാവുണ്ട് എന്ന് ശാസ്ത്രലോകം പോലും ഇപ്പൊ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. എന്തിനാണ് യോഗ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ പുരോഗതി, ജീവിതത്തിൽ ശാന്തി, സന്തോഷം, ഊർജ്ജസ്വലത, പാരമ്പര്യ രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവ്, ഇത് യോഗ പഠനത്തിലൂടെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ എന്താണ് യോഗ എന്ന് നമ്മൾ പറഞ്ഞു, എന്തിനാണ് യോഗ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം. നമ്മളപ്പോ ഈ യോഗാവബോധിനി കോഴ്സ്, ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓൺലൈൻ കോഴ്സാണ്. അതിന് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പഠിക്കണമെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ നമ്മളുടെ വാരനാട് നമ്മുടെ സെന്റർ ഉണ്ട്. അവിടെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ടാകും, നിങ്ങളെ അറിയിക്കാം. പക്ഷേ ഈ ഓൺലൈൻ കോഴ്സിന്റെ ഗുണം എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഇതിൽ UK-യിലുള്ളവരും അമേരിക്കയിലുള്ളവരും ഓസ്ട്രേലിയയിലുള്ളവരും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ളവരും ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ളവരും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ക്ലാസ് റെക്കോർഡഡ് ആണ്. ഇതിനുശേഷം ഞാൻ ഈ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇടും. അതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. ഇന്ന് മാത്രമാണ് ഇത്രയും നീണ്ട തിയറി ക്ലാസ് ഉള്ളത്. ബാക്കിയെല്ലാം പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. നമ്മൾ അധികം തിയറി ഒന്നും ഇവിടെ പഠിക്കുന്നില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെക്നിക്കാണ് പഠിക്കുക. അപ്പൊ യോഗാബോധനയുടെ പ്രാധാന്യം, പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓൺലൈൻ കോഴ്സാണ്. നമ്മൾ 4 മാസക്കാലമാണ് കോഴ്സിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
പിന്നെ ആഴ്ചയിൽ 1-1.5 മണിക്കൂറുള്ള മീറ്റിങ്ങിലൂടെയാണ് നമ്മൾ പ്രധാനമായും ക്ലാസ്സുകൾ നൽകുക. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇവിടെ എടുക്കുന്ന തിയറി ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ തരും. അപ്പൊ അതിൽ സമയമൊന്നും പ്രശ്നമല്ല. ഇപ്പൊ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സാകുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ കോഴ്സ് തീർന്നാലും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനുള്ള എല്ലാ നോട്ട്സും നിങ്ങളുടെ കയ്യിലുണ്ടാവും. പിന്നെ നോട്ട്സ് ഓഡിയോസ് ആയിട്ട് തരും, അതേപോലെ പ്രാക്ടീസ് ഇതിന്റെ വീഡിയോസ് ആയിട്ട് തരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. യോഗാവബോധിനി പഠിക്കാനായിട്ട് ഒരു ബുക്ക് നമുക്ക് വേണം. ഒരു വരയിട്ട ബുക്ക് വാങ്ങിക്കുക. ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ, അതായത് ഓരോ ആഴ്ചയിലും എടുക്കുന്ന ക്ലാസ്സുകളുടെ പ്രധാന പോയിന്റുകൾ കുറിച്ച് വയ്ക്കുക. അതേപോലെ പ്രാക്ടീസിന്റെ വീഡിയോസ് കാണുക, അതിന്റെ പോയിന്റുകൾ കുറിച്ച് വയ്ക്കുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഏത് സമയത്തും ചോദിക്കാം. 24 മണിക്കൂർ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ കാണുന്ന മുറയ്ക്ക് ചില ക്ലാസ്സുകളിലൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഞാൻ തിരക്കല്ലാതെ എപ്പോ കണ്ടാലും അപ്പൊ തന്നെ മറുപടി പറയും. ഓക്കെ, എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഇതിൽ പഠിക്കുന്ന ലളിതമായ ടെക്നിക്സ് ആണ്, ബേസിക് ടെക്നിക്കാണ് യോഗയുടെ. എന്താണ് ബേസിക് ടെക്നിക് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു വലിയ വീട് പണിയുന്ന സമയത്ത് അതിന് അടിത്തറ പണിയും, അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. വലിയ ഫ്ലാറ്റ് പണിയുന്ന സമയത്ത് അതിന് അടിത്തറ പണിയും, അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. കാരണം അടിത്തറ ഉറച്ചാല് അതിൽ പണിയുന്ന കെട്ടിടത്തിന് ബലം ഉണ്ടാകും. അടിത്തറയ്ക്ക് ബലക്ഷയം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര മനോഹരമായ കെട്ടിടം പണിതാലും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉരുണ്ട് വീഴും. അപ്പൊ ഇത് യോഗയുടെ ബേസിക് കോഴ്സാണ് യോഗാവബോധിനി. അതാണ് 4 മാസമായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തിയത്. ആഴ്ചയിൽ 1.5 മണിക്കൂർ വീതമുള്ള 4 ക്ലാസ്സുകൾ ഒരു മാസത്തിൽ വരും, അല്ലെ? അപ്പൊ 4-4, 24, 8, 3, 4, 16 ക്ലാസ്സുകളിലൂടെ നമുക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു? നമ്മൾ യോഗ വ്യായാമങ്ങൾ, ഇതിന് പല പേരുകളുണ്ട്. ശിഥിലീകരണ വ്യായാമങ്ങൾ, അങ്ങനെ വിവിധ പേരുകൾ അറിയപ്പെടും. യോഗ വ്യായാമങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ, സർവാംഗ വ്യായാമിക് യോഗ് എന്ന് പറയും. അതായത് പൗരാണികമായ യോഗ വിജ്ഞാൻ എന്ന് വിളിക്കുന്ന ഒരു അനുഷ്ഠാന ക്രിയയുണ്ട്. ഗുരുപരമ്പരകളില് പണ്ട് ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്ന പൗരാണികമായ വിദ്യകളാണ് അതെല്ലാം. അപ്പൊ അതില് യോഗയുടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് നല്ല വഴക്കം ഉണ്ടാകണം. യോഗയുടെ ഒരു നിർവചനത്തിൽ പറയുന്നുണ്ട് സ്ഥിരം, യോഗാസനത്തെ പറ്റി. സ്ഥിരം, സുഖം, ആസനം. സ്ഥിരമായി സുഖമായി ഇരിക്കാനുള്ള കഴിവിനെയാണ് ആസനം, ആസനസിദ്ധി എന്ന് പറയുക. ഇന്ന് നമുക്ക് പലർക്കും നിലത്തിരിക്കാൻ പറ്റില്ല, അല്ലെ? ചമ്രം പടിഞ്ഞിരിക്കാനുള്ള ശേഷിയില്ല. നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കുക. എനിക്ക് ശാരീരികമായി എത്രത്തോളം ശക്തിയുണ്ട്, എന്തൊക്കെ ശാരീരിക രോഗങ്ങൾ എനിക്കുണ്ട്, അല്ലെ? അതൊന്നും ആദ്യം ചിന്തിക്കണം. നമുക്ക് അതിനുള്ള എല്ലാ ടെക്നിക്സും നമുക്ക് ഇതിൽ പഠിക്കാം. അടിസ്ഥാന പരിശീലനങ്ങളാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കാലുകളെ വഴക്കുന്നതിന്, അതിനെ ഫ്ലെക്സിബിൾ ആക്കുന്നതിനുള്ള പാദവ്യായാമങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കും. നിങ്ങളുടെ കൈകൾക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പൊ കൈകളുടെ ഉള്ളുവഴി വേദന, മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ, അതേപോലെ ചില ആർത്രൈറ്റീസിന്റെ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് കൈകൾക്ക് പല പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ചിലരുടെ കൈ ഉയർത്താൻ പറ്റില്ല, ഇത്രേ പറ്റൂ, മുകളിലേക്ക് പോകില്ല, അല്ലെ? അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്. ഉള്ളുവഴി വേദന, ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന വേദന, അതിന് ഉള്ളിലുണ്ടാകുന്ന കട്ടുകഴപ്പ് പോലെയുള്ള ഇഷ്യൂസ്, കൈ മടങ്ങുന്നില്ല, ജോയിന്റിനുണ്ടാകുന്ന പെയിൻ, ഇതൊക്കെ കൈകൾക്ക് നേരിടുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ അതിനുള്ള വ്യായാമങ്ങളുണ്ട്. നമ്മുടെ കൈയൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ വെട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ ഒരു കാര്യം പറയും, നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യണം. അതായത് അവിടെയുള്ള ആ ഉള്ളിലുള്ള അവയവ ഘടകങ്ങൾ, സംവിധാനങ്ങൾ ശരിയായി വരണമെങ്കിൽ നന്നായി വ്യായാമം ചെയ്താലേ അതിന് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പറ്റൂ. അപ്പോ ഒരു സയന്റിഫിക് ആയ ഫിസിയോതെറാപ്പിയാണ് യോഗ വ്യായാമങ്ങൾ. അപ്പൊ കാലുകൾക്ക് ആവശ്യമായ പരിശീലനങ്ങൾ തരും, കൈകളെ വഴക്കുന്നതിന് ആവശ്യമായ പരിശീലനങ്ങൾ തരും, കഴുത്തിന്റെ പരിശീലനങ്ങൾ, ഗ്രീവ വ്യായാമങ്ങൾ തരും. ഏറ്റവും പ്രധാന ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്, നട്ടെല്ല് എന്ന് പറയും. നട്ടെല്ല് ഫ്ലെക്സിബിൾ ആയാലേ ഏത് യോഗയും പറ്റൂ. അതാണ് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഓടിപ്പോയി യോഗാസനങ്ങൾ ചെയ്യരുതെന്ന് പറയും. യോഗാസനം നല്ലതല്ലേ എന്ന് കരുതി നമ്മൾ ഈ വളയാത്ത ഒരു വടി ഒരുപാട് വളച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വടിക്ക് ഒടിഞ്ഞു പോകും, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നട്ടെല്ലിന് ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ യോഗാസനങ്ങള്, വളരെ കഠിനമായ യോഗാസനങ്ങൾ ചെയ്യരുത്. ഇപ്പൊ ഹലാസനം പോലെയുള്ള ആസനങ്ങള്, പശ്ചിമോത്താസനം പോലെയുള്ള ആസനങ്ങള്, ധനുരാസനം പോലെയുള്ള ആസനങ്ങള്, ഇതൊക്കെ നട്ടെല്ലിന് നല്ല വഴക്കം ഉണ്ടായിട്ടേ ചെയ്യാവൂ. ഇത് യോഗ വ്യായാമം ചെയ്യാതെ, അതായത് കാലുകളെ വഴക്കാതെ, കൈകൾക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാതെ, നട്ടെല്ലിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കാതെ, കഴുത്തിന് വ്യായാമം കൊടുക്കാതെ ഒക്കെ പോയി ചില യോഗാസനങ്ങൾ മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും യോഗയിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ല, ഞാൻ യോഗ ചെയ്തിട്ട് എനിക്ക് നടുവേദന വന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഇത് തന്നെയാണ്. ആദ്യം അടിത്തറ ശക്തമാക്കണം. അതായത് കാലിന് വഴക്കം ഉള്ളണം, കാലിന് വഴക്കം ഉണ്ടാക്കണം, കൈകൾക്ക് വഴക്കം ഉണ്ടാക്കണം, നട്ടെല്ലിന് വഴക്കം വേണം, കഴുത്തിന് വഴക്കം വേണം. അപ്പൊ ആദ്യം ഫ്ലെക്സിബിൾ ആക്കുക, ശരീരത്തിന് വഴക്കം കൊടുക്കുക.
പിന്നെ അതിനൊരു കരുത്ത് കൊടുക്കുക, ഒരു ബലം കൊടുക്കുക, പിന്നീട് അത് ചെയ്യാനുള്ള കഴിവ് നൽകുക എന്നുള്ളതാണ്. കരുത്ത്, കഴിവ്, വഴക്കം. ഇത് ശരീരത്തില് കൈക്ക്, കാലിന്, നട്ടലിന്, കഴുത്തിന് വന്നിട്ട് യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്യാവും. ഇതാണ് ബേസ്. ഇതാണ് നമ്മൾ ആദ്യം നിങ്ങളെ പഠിപ്പിക്കുന്നത്. യോഗ വ്യായാമങ്ങൾ നമ്മളെ പഠിപ്പിക്കും. സർവാംഗ വ്യായാമിക് യോഗ എന്ന് പഠിപ്പിക്കും. സിമ്പിളായ മെത്തേഡുകളാണ്. അതിന്റെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് തരും, പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നൽകും, നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് തരും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നോട്ട്സ് എഴുതണം. വീട്ടിൽ ഡെയിലി അരമണിക്കൂർ, ഒരുപാട് സമയം വിനിയോഗിക്കേണ്ട, അരമണിക്കൂർ ഈ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ച്, ഞാൻ തരുന്ന പ്രാക്ടീസിന്റെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ഒരാളുടെ മുന്നിലിരുന്ന് ചെയ്യുന്നത് പോലെ ആ രീതിയിലാണ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. ഒരുമിച്ച് ഡെയിലി നിങ്ങളത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ ആഴ്ചയിലായിരിക്കും പ്രധാന ക്ലാസ് ഉണ്ടാകുക, എങ്കിലും ഇടയ്ക്ക് നമ്മൾ മറ്റ് ക്ലാസ്സുകൾ കൂടി ഇതിനൊപ്പം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ യോഗ വ്യായാമങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അതിനുശേഷം ലഘു യോഗാസനങ്ങൾ, ഒരു വഴക്കം വന്നതിന് ശേഷം ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ലഘു യോഗാസനങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തരും. അതേപോലെ പ്രാണായാമങ്ങൾ, നമ്മൾ പറഞ്ഞല്ലോ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകൾ. യോഗ വ്യായാമങ്ങളും യോഗാസനങ്ങളിലും ബാഹ്യ ശരീരത്തെയും ആന്തരിക മനസ്സിനെയും കൂടുതൽ, ബാഹ്യ ശരീരത്തിനെയും ആന്തരിക അവയവങ്ങളെയും കൂടുതൽ സ്വാധീനിക്കും. കരുത്ത്, കഴിവ്, വഴക്കം നൽകും. നമ്മൾ പ്രാണായാമങ്ങൾ ചെയ്യുക വഴി മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ബൗദ്ധിക ശേഷി നമുക്ക് കൂട്ടാൻ പറ്റും. അതിന്റെ ബ്രീത്തിങ് എക്സസൈസിലൂടെയാണ് നമ്മൾ പ്രാണായാമങ്ങളിലേക്ക് പോവുക. ഇന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നമ്മൾ ഇനി ഈ ആഴ്ച നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട 5 ബ്രീത്തിങ് എക്സർസൈസുകൾ, 5 ശ്വസന വ്യായാമങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് തരും. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ട് നോട്ട് എഴുതി സാവധാനം ചെയ്തു നോക്കണം. ഈ ആഴ്ചയിൽ ഒരു ക്ലാസ് കൂടി ഞാൻ സമയം പോലെ വെക്കാം, ഓക്കെ, എന്നാണെന്ന് നിങ്ങളെ നേരത്തെ അറിയിക്കാം. എന്നിട്ട് അതും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ശരിക്കും എന്റെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് പോലെ തന്നെ ആ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണല്ലോ നമ്മൾ ഓൺലൈൻ കോഴ്സ് എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രാണായാമങ്ങൾ നമ്മൾ പഠിക്കും. മെഡിറ്റേഷൻ ടെക്നിക്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ചില യോഗ ബന്ധങ്ങളെ, യോഗ മുദ്രകളെ ഒക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കും. ഇപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ വലിയൊരു വൃക്ഷമാണ്, അനേക ശാഖകളുള്ള ഒരു വൃക്ഷമാണ് യോഗ എന്ന് പറയുന്നത്. ആ വൃക്ഷത്തില് യോഗ വ്യായാമങ്ങൾ ഒരു ശാഖ, യോഗാസനങ്ങൾ, പ്രാണായാമം, യോഗബന്ധങ്ങൾ, യോഗമുദ്രകൾ, അതേപോലെ ധ്യാനം, സൂക്ഷ്മയോഗ, ഇങ്ങനെ അനേക ശാഖ ഉപശാഖകളുള്ള ഒരു ശാസ്ത്രമാണ് യോഗ. അനേക യോഗയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പോ നമ്മൾ പഠിക്കുന്നത് ഹഠയോഗ മാർഗമാണ്. ഇനി പാതഞ്ജല യോഗമുണ്ട്, ഹഠയോഗമുണ്ട്, രാജയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ക്രിയായോഗമുണ്ട്, നാദയോഗം, ലയയോഗം, ജപയോഗം, ഭക്തിയോഗം, തന്ത്രയോഗം, മന്ത്രയോഗം, യന്ത്രയോഗം, വിവിധ യോഗങ്ങള് ഇതിൽ നിന്ന് വെച്ചാൽ യോഗം എന്ന് പറഞ്ഞാൽ ഇതാണ് യൂണിയൻ വിത്ത് ഗോഡ്. ഈശ്വരനുമായി, പ്രപഞ്ച ചൈതന്യവുമായി നമ്മൾ ഒന്നു ചേരുക. മനുഷ്യബോധം, ഞാനെന്നും എന്റേതെന്നും അസൂയയും കുന്നായ്മയും കുശുമ്പും നെഗറ്റീവും ഒക്കെ നിറഞ്ഞ മനുഷ്യബോധം, മനുഷ്യ മനസ്സിനെ പോസിറ്റീവും ക്രിയേറ്റീവും നല്ല ഗുണങ്ങളുള്ള സ്നേഹം, കൃപ, സഹാനുഭൂതി, ദയ, ഇതൊക്കെയുള്ള ഗുഡ് ക്വാളിറ്റീസ് ഉള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്തുക, നല്ല കാര്യങ്ങളെ ആർജിക്കുക എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിന്റെ ഉദ്ദേശം. യോഗയുടെ ഒരു നിർവചനത്തിൽ പറയുന്നു, സാധാരണ മനുഷ്യൻ യോഗ ചെയ്ത് അതിമാനുഷ്യനായും മഹായോഗിയായും മഹാഋഷിയായും പിന്നീട് ദൈവിക തലത്തിലേക്കും പിന്നീട് ഈശ്വരീയ തലത്തിലേക്കും അവന്റെ ബോധം പരിണമിക്കണം. മനുഷ്യനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന തീവ്രവാദികൾക്ക് ഒരു ബോധമുണ്ട്, ഒരു മനസ്സുണ്ട്. അത് ക്രൂരമായ മനസ്സും ക്രൂരമായ ബോധവുമാണ്. അല്ലെ, ലോകത്തെ മുഴുവൻ സഹായിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അനേകം നല്ല മനുഷ്യരും നമ്മുടെ ലോകത്തിലുണ്ട്. അങ്ങനെ അവരുടെ മനസ്സിനെ രൂപപ്പെടുത്തിയത് അവരുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അവരുടെ ജീവിത ശൈലിയുമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ രാക്ഷസനുമുണ്ട്, നമ്മുടെ ഉള്ളിൽ ദേവനും ഉണ്ടെന്നാണ് പറയുക. അസുരനും ദേവനും നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതിന് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഗുഡ് ക്വാളിറ്റീസ് വളർത്തണമെങ്കിൽ ആ രീതിയിലൊരു അടുക്കും ചിട്ടയും നിഷ്ഠയുമുള്ള ഒരു ജീവിതം നമുക്ക് വേണം. തീർച്ചയായിട്ടും ഈ കോഴ്സ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും. യോഗാവബോധിനി 4 മാസത്തെ കോഴ്സാണ്. തീർച്ചയായും ഈ 4 മാസത്തെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾ നിലവിലുള്ള നിങ്ങളുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ ശേഷി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉയർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമുക്ക് ഏതാനും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് ഇതിന് ശേഷം. ഒരു 10 മണിക്കുള്ളിൽ പ്രാക്ടീസ് ക്ലാസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ, സ്റ്റഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയം, ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായോ? മനസ്സിലായി? അത് മനസ്സിലായില്ല? കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സായുജ്യം എന്തായാലും
സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു 5 മിനിറ്റ് സമയം. സംശയങ്ങൾ ചോദിച്ചോളൂ. ഹാൻഡ് റൈസ് ചെയ്തവർ ചോദിച്ചോളൂ. നോ പ്രോബ്ലം. മനസ്സിലായി. ഓക്കെ. ഇനി കോമൺ ആയിട്ട് വരുന്ന ചില സംശയങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഇത്രയും നാം ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഒന്ന്, യോഗ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? നല്ല സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയമാണ് ഏറ്റവും ബെറ്റർ. എന്താണ് ബ്രഹ്മമുഹൂർത്തം, ബ്രാഹ്മമുഹൂർത്തം, സരസ്വതിയാമം? ഇന്ത്യൻ സമയം അനുസരിച്ച്, ഇത് ഇന്ത്യയിലുള്ളവർക്കാണ് കേട്ടോ. ഇപ്പൊ ഓസ്ട്രേലിയയിലും UK ഉള്ളവരൊക്കെ ഉണ്ട്. അവിടെയുള്ള സമയം നോക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് 2.5 മണിക്കൂർ മുമ്പുള്ള സമയം. അപ്പൊ നമുക്ക് 6 മണിക്കാണ് ഇവിടെ സൂര്യൻ കേരളത്തിൽ, ഭാരതത്തിൽ ഉദിക്കുന്നതെങ്കിൽ 5 മണി, 4 മണി, ഒരു 3:30 മുതലുള്ള സമയം, 3:30 മുതൽ 6 മണി വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം, ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഓക്കെ. ആ സമയം ഏറ്റവും നല്ലതാണ് യോഗ ചെയ്യാൻ. കാരണം നമ്മൾ 7-8 മണിക്കൂർ ഉറങ്ങി നമ്മളുടെ ബാഹ്യ ശരീരവും ആന്തരിക ശരീരവും നാഡീ സംവിധാനങ്ങളും മനസ്സും ഒക്കെ വിശ്രമിച്ച് വളരെ ഊർജ്ജവത്തായിട്ട് എഴുന്നേറ്റ് വരാൻ പറ്റുന്ന സമയമാണ് 4 മണി മുതൽ 6 മണി വരെയുള്ള ഒരു സമയം. അതിനെ സരസ്വതി യാമം എന്ന് പറയും. പഠിക്കുന്നവര്, ബിസിനസ് ചെയ്യുന്നവര്, ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ഒരു 20 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യേണ്ട സമയമായിട്ടാണ് പറയുക. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സ്, അല്ലെ, ആൽഫ, തീറ്റ, ഗാമ എന്നൊക്കെ പറയും, നമുക്ക് പഠിക്കാം. അതൊക്കെ ഏറ്റവും ടോപ്പ് ആയിരിക്കുന്ന അവസ്ഥയിലാണ്. ബ്രെയിൻ ഏറ്റവും ഷാർപ്പാകുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പൊ ആ സമയത്തിന് ഇടയ്ക്ക് യോഗ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലത്. അതായത് രാവിലെ 4 മണിക്കും 6 മണിക്കും ഇടയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൈകിട്ടാണ് ഇനി സമയം കിട്ടുന്നതെങ്കിൽ വൈകിട്ട് ഒരു സൂര്യ അസ്തമയത്തോടു കൂടി ഒരു 5:30 മുതൽ ഒരു 10 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് യോഗ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ സമയത്തെ കുറിച്ച് ചോദിച്ചാലുള്ള ഉത്തരം. ഇനി നിങ്ങൾ ഓസ്ട്രേലിയയിലാണ്, UK അവിടുത്തെ സൂര്യാസ്തമയം ഉണ്ടല്ലോ, സൂര്യോദയം ഉണ്ടല്ലോ, അതിന് മുമ്പുള്ള സമയം നോക്ക്. ഇത് ചിലപ്പോൾ തണുപ്പുള്ള രാജ്യമായിരിക്കും. ആ രാജ്യത്തിന്റെ പരിതസ്ഥിതിക്കും പ്രകൃതിക്ക് അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് യോജിച്ചൊരു സമയം നിങ്ങൾ തെരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, യോഗ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വ്രതങ്ങളോ നിയമങ്ങളോ ഉണ്ടോ? പ്രത്യേകിച്ച് വ്രതങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആഹാരത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കൺട്രോളിങ് ആവശ്യമാണ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത്. ഇപ്പൊ മനുഷ്യൻ 3 തരത്തിലുള്ള ഭക്ഷണ രീതികൾ നമുക്കുണ്ട്. ചിലര് പ്യുവർ സസ്യാഹാരികളായിരിക്കും, ചിലര് മാംസാഹാരം മാത്രം കഴിക്കുന്നവരുണ്ട്, ചിലര് മിശ്രാഹാരികളാണ്. ഇതെല്ലാം കൂട്ടി കഴിക്കും. നമ്മൾ പൊതുവെ മിശ്രാഹാരമാണ്. നമ്മൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിശ്രാഹാരം കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും വെജിറ്റേറിയൻ ആകണമെന്ന്, വേഗൻസ് ആകണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഹിതകരമായിരിക്കണം. നിങ്ങൾ ജീവിക്കുന്ന കാലാവസ്ഥയ്ക്ക്, ചുറ്റുപാടിന്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, അധ്വാനത്തിന് അനുസൃതമായിരിക്കുന്ന ഏത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം. പ്യുവർ വെജിറ്റേറിയൻ തന്നെ ആകണം യോഗ ചെയ്യുമ്പോഴെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്രതങ്ങൾ വേണോ, ബ്രഹ്മചര്യ വ്രതം വേണോ? ഒരു നിർബന്ധം ഉള്ള കാര്യമല്ല. നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമികളാണ്. ഞാനും നിങ്ങളും ഒക്കെ ഗൃഹസ്ഥാശ്രമികളാണ്. നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് നയിക്കാം. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ബ്രഹ്മചര്യ വ്രതം പോലെയുള്ള പ്രത്യേകിച്ചുള്ള നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അടുത്ത ഒരു സംശയം വരാനുള്ള സംഭവം, സ്ത്രീകൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ മെൻസ്ട്രൽ പീരീഡ്സിൽ, ആർത്തവകാല സമയങ്ങളിൽ യോഗ പ്രാക്ടീസ് ചെയ്യാമോ എന്നുള്ളതാണ്. ആ സമയത്തെ അവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് ഈ യോഗിക് എക്സർസൈസുകൾ, ഇപ്പൊ സൂര്യ നമസ്കാരം പോലെ, യോഗാസനം പോലെ ശരീരത്തെ കൂടുതൽ ചലിപ്പിച്ചുകൊണ്ടിട്ടുള്ള ആസനങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ എന്ത് ചെയ്യാം? ആ സമയത്ത് പ്രാണായാമം ചെയ്യാം, വളരെ നല്ലതാണ്. നമുക്ക് ജപം ചെയ്യാം, ധ്യാനം ചെയ്യാം, ശവാസനം പോലെയുള്ള സൂക്ഷ്മയോഗ ക്രിയകൾ നമ്മൾ പഠിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ശരീരത്തിന് കൂടുതൽ ഇളക്കുന്ന, ചലിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആ സമയം തിരഞ്ഞെടുക്കാം. ആ സമയമാണ് എന്ന് കരുതി യോഗ ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. നമ്മൾ പൊതുവെ യോഗ എന്ന് പറയുമ്പോൾ യോഗാസനം, കൈയും കാലും പൊക്കുന്നത് മാത്രമാണ് യോഗ എന്നാണ് വിശ്വാസം. അല്ല, അത് യോഗയിലെ ഒരു ടെക്നിക്കാണ് യോഗാസനം. യോഗയിൽ മെഡിറ്റേഷൻ ഉണ്ട്, പ്രാണായാമങ്ങളുണ്ട്, മറ്റു ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ ആ സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി മറ്റു രോഗാവസ്ഥകളുള്ളത് ഇത് ചെയ്യാമോ? നമ്മൾ ഈ പഠിപ്പിക്കുന്ന ബേസിക് ടെക്നിക്ക് ആർക്കും ചെയ്യാം. നിങ്ങൾക്ക് പ്രഷറോ, ഷുഗറോ, കൊളസ്ട്രോളോ, നടുവേദനയോ എന്ത് സംഗതി ഉണ്ടെങ്കിൽ പോലും ഈ ബേസിക് ടെക്നിക്കുകൾ ചെയ്യാം. ഇത് അടിസ്ഥാനപരമായ ചലനങ്ങളാണ്. സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് കാലുകളെ, കൈകളെ, നട്ടെല്ലിനെയൊക്കെ വഴക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏത് രോഗാവസ്ഥയുള്ളവർക്കും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പറയും, ഈ ആസനം ചെയ്യുമ്പോൾ ഇന്ന കാര്യം, ഇന്നതുള്ളവര് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, ഹെർണിയ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ ബാക്ക്വേർഡ് ബെൻഡ് ചെയ്തിട്ടുള്ള, അതായത് പുറകയിലേക്ക് ബെൻഡ് ചെയ്തിട്ടുള്ള ആസനാസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഉഷ്ട്രാസനം, അതേപോലെ നമ്മൾ അർദ്ധ
ചക്രാസനം പോലെയുള്ള ആസനാസ് അയാൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതൊക്കെ നമ്മൾ പറയും, ഇന്ന രോഗമുള്ളവർ ഇന്ന ആസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ട് നിർദ്ദേശം തരും. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് വരുന്ന സംശയങ്ങൾ. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ ഈ പറഞ്ഞതല്ലാതെ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാൻ മടിയാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇനി അതിൽ ചോദിക്കാൻ ഷുഡ് വി ടേക്ക് എ ഷവർ? ഓക്കെ, നമ്മൾ യോഗ ചെയ്യുന്നതിന് മുമ്പ് കുളിക്കണമോ എന്നുള്ളതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. കുളിച്ചിട്ട് ചെയ്താൽ നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ നല്ല തണുപ്പുള്ള രാജ്യത്താണ്, സ്വിറ്റ്സർലൻഡിനാണെന്നിരിക്കട്ടെ, നല്ല തണുപ്പാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഈ മഞ്ഞ് സീസണിലൊക്കെ ആ സമയത്ത് നമുക്ക് കുളിക്കാൻ പറ്റണമെന്നില്ല. അതാണ് പറഞ്ഞത്, നിങ്ങൾ ജീവിക്കുന്ന രാജ്യം പരിതസ്ഥിതി അനുസരിച്ച് തെരഞ്ഞെടുക്കുക. നോർമലി നമ്മളിപ്പോ കേരളം പോലെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു സമശീതോഷ്ണ മേഖലയാണെന്ന് നമുക്കറിയാം. ചൂടും തണുപ്പും ഒക്കെ സമ്മിശ്രമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ തണുപ്പ് കാലമൊക്കെയാണ്, അല്ലെ, മഴക്കാലമൊക്കെയാണ്. അപ്പൊ നിങ്ങൾ നോർമലി നമ്മള് 7-8 മണിക്കൂർ കിടന്നുറങ്ങിക്കഴിയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ ഉണ്ടാവും, അല്ലെ? മലത്തിലൂടെ ശരീരം വേസ്റ്റിനെ പുറന്തള്ളുന്നുണ്ട്, മൂത്രത്തിലൂടെ പുറന്തള്ളുന്നുണ്ട്, അതുപോലെ തന്നെ വിയർപ്പിലൂടെ പുറന്തള്ളുന്നുണ്ട്. പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിലൂടെ നമ്മളുടെ വേസ്റ്റിനെ, മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയ ഇതാണ്. അപ്പൊ ഇതില് രാത്രി 7-8 മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ നോർമലി ചൂടുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ മഴക്കാലത്ത് വേർപ്പ് കുറവാണ്, ശരീരം വേർക്കും, നമ്മളുടെ ഈ ശരീരത്തിന്റെ മുകളിൽ അഴുക്കുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നോർമലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി കുളിക്കാൻ പ്രയാസമുണ്ട്, നിങ്ങളുടെ ശാരീരിക രോഗാവസ്ഥ, പ്രായം, അസുഖങ്ങളൊക്കെയാണ്, തണുപ്പാണ് എങ്കിൽ കൈയും കാലും മുഖവും കഴുകി വരിക. അത് ഇത്രയേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് നമ്മൾ ബാത്റൂമിൽ പോവാം. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ ഒരു ബെഡ് കോഫി ഒക്കെ കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം. അത് ആദ്യം ബാത്റൂമിൽ പോയി കോഷ്ടശുദ്ധി എന്ന് പറയും. എന്ന് വെച്ചാൽ ആയുർവേദത്തിലെ വയറിനെ ശുദ്ധീകരിക്കണം, മലം പുറന്തള്ളണം, മലവും മൂത്രവും നമ്മൾ പുറന്തള്ളണം. അതിനുശേഷം വന്ന് ബ്രഷ് ചെയ്യണം, നമ്മൾ പല്ല് തേക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കുളിക്കാൻ സാധിക്കുമെങ്കിൽ കുളിച്ചിട്ട് ചെയ്യാം. ഇനി കുളിക്കുന്നില്ലെങ്കിൽ കൈയും കാലും മുഖമൊക്കെ കഴുകി നനഞ്ഞ തുണി കൊണ്ട് ശരീരം ഒന്ന് തോർത്തിയിട്ട് തുടച്ചിട്ട് നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, യോഗ കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. യോഗ കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഭക്ഷണം, ഇപ്പൊ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ രാവിലെ യോഗ ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണം, കുളി ഒരു 10-15 മിനിറ്റിന് ശേഷം വേണം ഭക്ഷണം, കുളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക. യോഗ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വിശ്രമിക്കുക, പത്രം വായിക്കുകയോ ബുക്ക് വായിക്കുകയോ വെറുതെ നടക്കുകയോ ഒക്കെ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം, കുളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാവാം. യോഗ ചെയ്യുന്നതിന് മുമ്പ് ഭക്ഷണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണ വിഷയം വരുന്നില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ പുട്ടും കടലയും കഴിക്കില്ലല്ലോ. ബെഡിൽ നിന്ന് ഒരു ബെഡ് കോഫിയാണ് കുടിക്കുക, അത് വലിയ വിഷയമല്ല, പെട്ടെന്ന് ദഹിച്ചോളും. അതല്ലാതെ നമ്മൾ വൈകിട്ട് ചെയ്യാൻ പോകും, നമ്മൾ ഹെവി മീൽസ്, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ 2.5-3 മണിക്കൂർ വേണം ആമാശയത്തിന് അതിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കാൻ. അപ്പൊ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 2.5-3 മണിക്കൂറിന് ശേഷം യോഗ ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. എന്ത് കഴിക്കുന്നു, ഇപ്പൊ ഒരു ചെറുപഴവും ഒരു ചായയും വൈകുന്നേരം കുടിച്ചു, നിങ്ങൾ 4 മണിക്ക് കുടിച്ചു, ഒരു 5:30 ആകുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. 1.5 മണിക്കൂർ കൊണ്ട് ഏകദേശം അതിന്റെ ദഹനം പൂർത്തിയാകും. ഒരു 5 പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും അല്ലെങ്കിൽ ഒരു 3 മസാല ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാവും. ഓക്കെ, ഇതാണ് ഭക്ഷണം, കുളി, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോർമലി ഉണ്ടാകുന്ന സംശയങ്ങൾ. മറ്റെന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ സമയക്രമം കുറച്ച് കൂടി, 6:36 6 മിനിറ്റ് നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഒരു ധാരണയായി കാണും എന്ന് കരുതുന്നു. അപ്പൊ ഞാൻ പ്രാക്ടീസിന്റെ വീഡിയോ രാവിലെ 10 മണിക്കുള്ളിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങളത് കാണുക, അതൊന്ന് നോട്ട് എഴുതി നോക്കുക, ചെയ്തു നോക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബാക്കി നിർദ്ദേശങ്ങളും നമ്മുടെ യോഗാവബോധിനിയുടെ കോഴ്സ് ഗ്രൂപ്പിൽ തരാം. അപ്പൊ എന്തായാലും സന്തോഷം, ഇത്രയും പേര് ഈ ഒരു സമയത്ത് പങ്കെടുത്തു.